ഒരിക്കലൂടെ കരമുയർത്തി കർത്താവിനെ സ്തുതിക്കുക. ദൈവത്തിൽ വസിക്കാനും നമുക്ക് അനുവാദമുണ്ട്, വസിക്കാതിരിക്കാനും നമുക്ക് അനുവാദമുണ്ട്. പ്രൈസ് ദി ലോർഡ്. 3 വ്യക്തികളെ നമുക്ക് യോഹന്നാൻ 15 കാണാം. 1 തോട്ടക്കാരൻ, 2 മുന്തിരിവള്ളി. രണ്ടും ഏകവചനമാണ്. തോട്ടക്കാരൻ, മുന്തിരിവള്ളി. അത് കഴിഞ്ഞ് യേശു പറഞ്ഞത് ബഹുവചനമാണ്. മുന്തിരിവള്ളിയിൽ വസിക്കുന്ന കൊമ്പുകൾ. കൊമ്പുകൾ കൊമ്പുകൾ മാത്രമേ ഉള്ളൂ ബഹുവചനമായിട്ട്. വസിക്കുന്ന കൊമ്പുകൾ, വസിക്കുന്ന കൊമ്പുകൾ. അതിനകത്ത് യേശു പറഞ്ഞു, എന്നിൽ വസിക്കാത്ത കൊമ്പുകൾ ഞാൻ ചെത്തിക്കളയും. അപ്പോൾ ആ മുന്തിരിവള്ളിയിൽ തന്നെ വസിക്കുന്ന കൊമ്പുമുണ്ട്, വസിക്കാത്ത കൊമ്പും ഉണ്ടെന്ന് സാക്ഷാൽ മുന്തിരിവള്ളിയായ യേശുവാണ് പറഞ്ഞേക്കുന്നത്. അതേ യേശു പറഞ്ഞു, കായ്ക്കുന്ന കൊമ്പുകളുമുണ്ട്, കായ്ക്കാത്ത കൊമ്പുകളുമുണ്ട്. കായ്ക്കുന്നത് മാത്രം ചെത്തിവെടിപ്പാക്കും, കായ്ക്കാത്തതിനെ ഒടിച്ചു കളയും. പ്രൈസ് ദി ലോർഡ്. ഈ ഒരു കൊമ്പും മുളച്ചു വന്നതല്ല, 18 വെള്ളപ്പൊക്കത്തിൽ പൊട്ടി മുളച്ചു വന്നതുമല്ല. എല്ലാം ബഡ് ചെയ്തേക്കുന്ന, ഒട്ടിച്ചു ചേർത്തേക്കുന്ന. ഞെളിയാതെ നിന്നാൽ ഒടിക്കത്തില്ല. 3 വിഷയങ്ങൾ. 1 വസിക്കണം, 2 ഫലം കായ്ക്കണം, 3 ഞെളിയാതെ ഭയത്തോടെ നിൽക്കണം. ഭയം പീസിച്ചെറിയാൻ പ്രസംഗിച്ചാലൊന്നും വരണമെന്നില്ല. 5000 വാട്ട്സിന്റെ സിസ്റ്റം വെച്ചാൽ ഭയം വരത്തില്ല. കേരളത്തിലെ മുഴുവൻ വർഷിപ്പ് പാട്ടുകാരും കൂടെ വന്ന് പാടിയാൽ ഭയം വരത്തില്ല. ഭയം വരണമെങ്കിൽ തോട്ടത്തിൽ യഹോവയുടെ കാലൊച്ച കേട്ടപ്പോൾ ആദാം ഭയപ്പെട്ടു പോയി. എപ്പോഴാണ് ദൈവജനത്തിന് ഭയമുണ്ടാകുന്നേ? തോട്ടത്തിൽ ഓർഗന്റെ ശബ്ദം കൂടുമ്പോഴല്ല, പ്രസംഗകന്റെ ശബ്ദം കൂടുമ്പോഴല്ല, കൈയടിയുടെ ശബ്ദം കൂടുമ്പോഴല്ല. തോട്ടത്തിൽ ദൈവത്തിന്റെ ശബ്ദം മുഴങ്ങണം. ഇന്ന് രാത്രി ഞാൻ 1.5 മണിക്കൂർ പ്രസംഗിച്ചാലൊന്നും ഇവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. പക്ഷെ ഇന്ന് രാത്രി ദൈവശബ്ദം മുഴങ്ങിയാൽ, തോട്ടത്തിൽ ദൈവത്തിന്റെ ശബ്ദം മുഴങ്ങിയാൽ ആദി ദൈവ ഭയമുണ്ടാകും. സന്തോഷമുണ്ടെങ്കിൽ മാത്രം ആ കരമൊന്ന് ചേർത്തടിച്ച് ഒരു നിമിഷം ദൈവത്തെ ഈ രാത്രി സ്തുതിച്ചേ. തോട്ടത്തിൽ മുഴങ്ങേണ്ടത് ദൈവത്തിന്റെ ശബ്ദമാ. ഹല്ലേലൂയ. എന്നെ തെരഞ്ഞെടുത്തത്, എന്നെ ഒട്ടിച്ചു ചേർത്തത് എന്റെയോ എൻ്റെ അപ്പൻ്റെയോ അമ്മയുടെയോ ബന്ധുക്കളുടെയോ സ്വന്തക്കാരുടെയോ ഞാനിപ്പോ ആയിരിക്കുന്ന സഭയുടെ ഒന്നും താല്പര്യത്തിലല്ല. എന്നെ തെരഞ്ഞെടുക്കാൻ ആരുടെ അനുവാദം ചോദിച്ചില്ല. നിങ്ങൾ സ്തോത്രം പറഞ്ഞില്ല. എന്നെ നിങ്ങളെയും ഈ മുന്തിരിവള്ളിയോട് ഒട്ടിക്കാൻ അനുവാദം ചോദിച്ചില്ല. അമ്മയുടെ അനുവാദം വേണ്ട, അപ്പന്റെ അനുവാദം വേണ്ട. തെരഞ്ഞെടുത്തവന് നിന്നോട് ഒരു കൃപ തോന്നി, അത്ര മാത്രമേ ഉള്ളൂ. ഇന്ന് രാത്രി കൃപയാൽ എന്നെയും ഒട്ടിച്ചെന്ന് ഉറപ്പുള്ളവർക്കായി ഞാൻ ഈ രാത്രി ദൈവത്തെ സ്തുതിക്കുകയാ. അർഹതയില്ലാത്ത എനിക്കും നിനക്കും ഈ നല്ല മുന്തിരിയോട് ചേർന്ന് വസിക്കുവാൻ. ഓ റബ ശംദര റബലമന ബരബഷ്. ഓ ഹല്ലേലൂയ. അപ്പൊ ഞാൻ ഈ രാത്രി സ്റ്റേജിൽ ഇങ്ങനെ നിങ്ങളുടെ മുമ്പിൽ പ്രസംഗകനായി നിൽക്കുമ്പോൾ ഒരു പ്രിവിലേജാ കേട്ടോ. ഹലോ, സഹോദരിമാരുടെ കുടുംബയോഗത്തിൽ എന്നെ വിളിച്ചതിന്റെ പ്രിവിലേജ് അല്ല, എന്നെ തെരഞ്ഞെടുക്കാൻ, ആ മുന്തിരിയോട് ഒട്ടിക്കാൻ എന്റെ ദൈവത്തിന് എന്നിൽ പ്രസാദം തോന്നിയല്ലോ.
എന്നോർക്കുന്ന പ്രിവിലേജ് ഇന്ന് രാത്രി എത്ര പേർക്കുണ്ട്? അർഹതയില്ലാത്ത എന്നെ ഈ നല്ല മുന്തിരിയോട് ദൈവം ഒട്ടിച്ചു ചേർക്കാൻ ദൈവത്തിന്റെ ദയ. ഓ റബ ശാന്തര രഗമന, ഓ റബ ലബ ശാന്തരെ റൗഷ സൈഡരാദര. ഹല്ലേലൂയ. എല്ലാവരേക്കാൾ തോളപ്പത്തിന് മുകളിൽ പൊക്കമുള്ള ശൗലിനെ ദൈവം തെരഞ്ഞെടുത്തു. തെരഞ്ഞെടുപ്പിന്റെ ലക്ഷ്യം ഇസ്രായേലിന് രാജാവായിട്ടിരിക്കണം. 1. 2, അമാലിയക്കിനെ നിർമൂലമാക്കണം. ഒരെണ്ണത്തെ ശേഷിപ്പിക്കൽ. മുഴുവൻ അമാലിയക്കിനെയും കൊന്നുകളയണം. പക്ഷേ ശൗല് എല്ലാ അമാലിയക്കിനെയും കൊന്നില്ല. നല്ല കാളയും നല്ല ആടിനെയും ഒന്നും കൊന്നില്ല. പ്രൈസ് ദി ലോർഡ്. താഴെ എഴുതിയേക്കുന്നു, ശൗലിനെ തെരഞ്ഞെടുത്തത് കൊണ്ട് തെരഞ്ഞെടുത്ത ദൈവത്തിന്റെ ഹൃദയത്തിൽ. ബാക്കി നിങ്ങൾ പറ. ഞാൻ ഈ മെസ്സേജ് തുടങ്ങും മുമ്പേ, നിന്റെ തെരഞ്ഞെടുപ്പിൽ ദൈവം ദുഃഖിക്കുന്നോ സന്തോഷിക്കുന്നു? നിന്നെപ്പോലെ ഒരാളെ എടുത്ത് ഈ മുന്തിരിവള്ളിയിൽ ഒട്ടിക്കേണ്ടി വന്നല്ലോ എന്നോർത്ത് ദൈവം ദുഃഖിക്കുന്നുണ്ടോ? പ്രൈസ് ദി ലോർഡ്. അതോ നിന്നെ തെരഞ്ഞെടുത്തത് ദൈവം സന്തോഷിക്കുന്നു? ഇന്ന് രാത്രി അവരവര് ശോധന കഴിക്കണം. നിന്റെ തെരഞ്ഞെടുപ്പിന്റെ പുറകിൽ നിന്നെ കുറിച്ച് ദൈവം ഈ രാത്രി സന്തോഷിക്കുന്നു. നിർമൂലമാക്കേണ്ടതിനെല്ലാം നീ നിർമൂലമാക്കിയോ? അല്ലെ വെട്ടി മാറ്റേണ്ടതിനെല്ലാം വെട്ടി മാറ്റിയോ? നിന്റെ ആരാധന ഹിതപ്രകാരമാണോ? നിന്റെ സ്തുതി സ്തോത്രങ്ങൾ ഹിതപ്രകാരമാണോ? നിന്റെ ജീവിതത്തിന്റെ പ്രവർത്തികൾ അവന് പ്രസാദകരമാണോ? ഈ രാത്രി ഒന്ന് ഓർത്തു ദൈവത്തെ സ്തുതിക്കുവാൻ. ഞാൻ ദൈവത്തെ സ്തുതിക്കും. ദൈവത്തിന് പത്മോസ് ഒന്നും വിഷയമല്ല. പത്മോസിൽ ചെന്നപ്പോൾ നെറ്റ്വർക്ക് പോയില്ല. ഹലോ, കണക്ഷൻ പോയില്ല. നമുക്ക് ക്യാമ്പ് സൈറ്റിൽ കയറിയപ്പോഴേ കണക്ഷൻ പോയല്ലോ പലരുടെയും. പ്രൈസ് ദി ലോർഡ്. പത്മോസിലെ അവിടെ അസ്ഥികൂടങ്ങൾ മാത്രമേ ഉള്ളൂ. ഇന്നലെ ചത്തോന്മാരുടെ അസ്ഥികൂടങ്ങളും മാംസം കടിച്ചു പറിക്കുന്ന കഴുകന്മാരും ചീറിയെടുക്കുന്ന പാമ്പും അറിയെടുക്കുന്ന തിരുമാലയൊക്കെ ഉള്ളെന്നും പറഞ്ഞ് കണക്ഷൻ പോയില്ല. ഭക്തൻ പത്മോസിൽ ചെന്നാലും സ്വർഗം അവിടെ. നല്ല സ്തോത്രം പറയണം. നീ കിടക്കുന്ന ഐസി ഒന്നും അവന് വിഷയമല്ല. നീ കിടക്കുന്ന കഷ്ടതയുടെ കാരാഗ്രഹം അവന് വിഷയമല്ല. നീ കിടക്കുന്ന പൊട്ടക്കിണർ അവന് വിഷയമല്ല. തെരഞ്ഞെടുത്തവൻ, ഒട്ടിച്ചു ചേർത്തവൻ, നീ എവിടെ കിടന്നാലും അവൻ അവിടെ ഉണ്ട്. ഈ രാത്രി എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? സാന്നിധ്യം സാഹചര്യം കൊണ്ട് മാറുന്നതല്ല. ഇന്ന് രാത്രി ഏത് സാഹചര്യത്തിലും ആ സാന്നിധ്യം എന്റെ കൂടെ ഉണ്ടെന്ന് ഉറപ്പുള്ളവര് മാത്രം ദൈവത്തെ ഈ രാത്രി ഒന്ന് ആരാധിച്ചേ. ഹല്ലേലൂയ. ദൈവ സാന്നിധ്യം ഇറങ്ങുകയാണ്. ദൈവകൃപ ഇവിടെ പകരപ്പെടുകയാണ്. ഓ ഹല്ലേലൂയ. ഉടബാ രമന ജഗതകര ഉടാരവശസ്യ. ഓ പ്രിയരേ, പസ്മോസിൽ ചെന്ന യോഹന്നാൻ തനിക്ക് മുമ്പേ ചത്തോന്മാരുടെ അസ്ഥികൂടം കണ്ടെന്നല്ല, യോഹന്നാൻ യേശുവിനെ കണ്ടു. സ്തോത്രം പറയണം. 1-ാം അധ്യായത്തിൽ യേശുവിനെ കണ്ടു. 2-ഉം 3-ഉം അധ്യായത്തിൽ യേശു നടകൊള്ളുന്ന സഭയെ കണ്ടു.
4ഉം 5ഉം അധ്യായത്തിൽ ആ യേശുവിനെ ആരാധിക്കുന്ന ആരാധന കണ്ടു. 6ഉം 7ഉം അധ്യായത്തിലെ ആരാധനയ്ക്കെതിരെ നിൽക്കുന്ന എതിർ ക്രിസ്തുവിനെ കണ്ടു. 8 മുതൽ 18 വരെ ഈ ലോകത്തിൽ സംഭവിക്കാനുള്ളത് കണ്ടു. ഹല്ലേലൂയ. 19, 20 അധ്യായത്തിൽ സഭയുടെ ഉൾപ്രാവണം കണ്ടു. ഇന്ന് രാത്രി ദൈവത്തിന്റെ മേലെ പത്മോസിലും നീ ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കുമെങ്കിൽ ഈ രാത്രി ഞാൻ ഓർപ്പിക്കട്ടെ, നിന്റെ കാഴ്ചപ്പാടുകൾക്ക് ടോട്ടലി ഒരു ചേഞ്ച് ആകുന്ന രാത്രിയായി മാറണം. ഓ റബസ്. Oh. Hallelujah. Hallelujah. നോക്കിക്കേ, ഒറ്റപ്പെട്ടു പോയവൻ മരണത്തിന്റെ നിലവറയെ മിനിറ്റുകൾ കൊണ്ട് വെളിപ്പാടുകളുടെ കലവറയാക്കി മാറ്റി. നിങ്ങൾ സ്വോത്രം പറഞ്ഞില്ല. ഒന്നുകൂടെ ഞാൻ ആവർത്തിച്ചു പറയുന്നു, ഒറ്റപ്പെട്ടു പോയവൻ മരണത്തിന്റെ നിലവറയിൽ വെളിപ്പാടുകളുടെ കലവറയാക്കി മാറ്റിയെങ്കിൽ ഇന്ന് രാത്രി പ്രതിസന്ധികളുടെ നടുവിൽ നീ ഒറ്റപ്പെട്ടു പോയാലും ഭയപ്പെടരുത്. ദൈവത്തിന്റെ കരുണയുടെ കരം വെളിപ്പെട്ടാൽ യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. എഫെസോസിലെ ഏറ്റവും വലിയ സഭയുടെ 25 വർഷത്തെ പാസ്റ്റർ, പ്രൈസ് ദി ലോർഡ്, പൗലോസ് തുടങ്ങി വെച്ച സഭയിൽ ഭക്തൻ അതാണ് 100 വയസ്സോട് അടുക്കുമ്പോൾ ശക്തമായ സ്നേഹത്തിന്റെ അപ്പോസ്തലനായി ശുശ്രൂഷ ചെയ്യുകയാ. തിളപ്പിച്ച് എണ്ണയ്ക്കകത്ത് കൊണ്ട് മുക്കിപ്പൊക്കി മാരകവിഷം ഒഴിച്ചു വായിക്കൊടുത്തു. മരണത്തിന്റെ ഒരു ശക്തിക്കും നല്ല മുന്തിരിയോട് ചേർന്ന് വസിക്കുന്നവനെ തകർക്കാൻ കഴിയത്തില്ലെന്ന് ബോധ്യപ്പെട്ട പൈശാചിക മണ്ഡലം മുഴുവനും കൂടെ, പ്രൈസ് ദി ലോർഡ്, ശ്രദ്ധിച്ചിരിക്കണം, പ്രാർത്ഥിക്കുന്ന ഭക്തനെ തോട്ടക്കാരന്റെ തോട്ടത്തിലെ നല്ല മുന്തിരിവള്ളിയോട് പറ്റിയിരിക്കുന്ന വസിക്കുന്ന കൊമ്പിനെ തീക്കകത്തിട്ടോ എണ്ണയ്ക്കകത്തിട്ടോ വിഷം കൊടുത്തോ തകർക്കാൻ പിശാചിന് കഴിയത്തില്ലെന്ന് കണ്ടപ്പോൾ പിശാച് അവനെ പൊക്കിയെടുത്ത് കടൽക്കരെ കൊണ്ട് വലിച്ചെറിഞ്ഞു, ഒരു ദ്വീപിൽ കൊണ്ട് ഇട്ടു. പക്ഷെ അവിടെ കിടന്നപ്പോൾ അവൻ അതുവരെ കാണാത്ത കാഴ്ചകൾ കാണുകയാ. അവന് യേശുവിന്റെ 33.5 വയസ്സുവരെയുള്ള ജഡത്തിൽ വസിക്കുന്ന വചനമായ യേശുവിനെ യോഹന്നാൻ അറിയാം. മറുരൂപമലയിൽ വെളിപ്പെട്ട ഭൂമിയിൽ ഒരു അലക്കുകാരൻ അലക്കി വെളുപ്പിപ്പാൻ കഴിയാത്ത തേജസ് വാരി ചുറ്റിയ യേശുവിനെ യോഹന്നാൻ അറിയാം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഗെത്സമനയിൽ ഓരോ ഞരമ്പുകളും പൊട്ടി രോമകോപങ്ങളിൽ കൂടെ വലിയ രക്തത്തുള്ളി ഒഴുകിയിട്ട് ഇട്ടിരിക്കുന്ന ഉടുപ്പ് മുന്തിരിച്ചക്ക് ചവിട്ടുന്നവന്റെ വസ്ത്രം പോലെ ചുമന്ന വസ്ത്രം ധരിച്ച യേശുവിനെ യോഹന്നാൻ അറിയാം. നഗ്നനായി ദേഹമാസകലം അടിച്ചു തകർക്കപ്പെട്ട് 3 കാരിരുമ്പാണിയിൽ മുൾക്കിരീടധാരിയായി വിലാപ്പുറ കുത്തിക്കീറി ക്രൂശിൽ കിടക്കുന്ന 2 കള്ളന്മാരുടെ നടുവിലെ യേശുവിനെ യോഹന്നാൻ അറിയാം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. റൂമാല് തലയ്ക്കലും ശീലക്കാക്കലും ചുരുട്ടി വെച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ് ഭാരപ്പെട്ട് ഭയപ്പെട്ടിരിക്കുന്ന ശിഷ്യന്മാരുടെ നടുവിൽ വെളിപ്പെട്ട യേശുവിനെ യോഹന്നാൻ അറിയാം. തിബരിയാസിന്റെ കടൽക്കരയിൽ വറുത്ത മീനുമായിരുന്ന യേശുവിനെ യോഹന്നാൻ അറിയാം. ഒലിവുമലയുടെ മുകളിൽ നിന്ന് ഉയരങ്ങളിലേക്ക് പയർന്നുയർന്ന യേശുവിനെ യോഹന്നാൻ അറിയാം.
പക്ഷെ ഇനിയും വരാൻ പോകുന്ന മഹത്വപൂർണനായ യേശുവിനെ യോഹന്നാൻ കണ്ടിട്ടില്ല. പക്ഷേ യോഹന്നാനെ അത് കാണിക്കാൻ വേണ്ടി ദൈവം ചെയ്തത് അവനെ ഒറ്റപ്പെടുത്തി. ഇന്ന് രാത്രി ദൈവത്തിന്റെ പൈതലേ, നീ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു ദൈവ സാന്നിധ്യം ഈ രാത്രി അനുഭവിക്കണമെങ്കിൽ കരമുയർത്തി നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞേ. പുറകിൽ കേട്ട ശബ്ദം എന്തെന്നറിയാൻ യോഹന്നാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ വായി 2 ആനയുടെ വലിപ്പമുള്ള കൊമ്പും 2 പാളച്ചെവിയും തലേ 2 കൊമ്പ് വേറെയും വാലെ ശൂലവുമുള്ള ഒരു ഭൂതത്തെ കണ്ടെന്നല്ല. നിങ്ങൾ മിണ്ടുന്നില്ല. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പെരയുടെ അകത്തെ കലത്തിനകത്തുനിന്ന് മൂർഖം പാമ്പ് ഇറങ്ങി വരുന്ന കണ്ടെന്നല്ല. കൊത്തി വലിക്കുന്ന കഴുകം വരുന്ന കണ്ടെന്നല്ല. യോഹന്നാൻ കണ്ടത് മാറത്ത് പൊൻകച്ച കെട്ടി. ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ. സാന്നിധ്യത്തിലിരിക്കുന്നവന്റെ വെളിപ്പാടുകളുടെ തലമീരാത്ത് ദൈവം മാറ്റുകയാ. മാറത്ത് പൊൻകച്ച കെട്ടി ഉലയിൽ ഊതിപ്പഴിപ്പിച്ച വെള്ളോട് സദൃശ്യമായ കാലോടുകൂടി നിലയങ്കി ധരിച്ച് നിലവിളക്കിന്റെ നടുവ് ഉലാവുന്ന ഒരു യേശു ഈ രാത്രിയിൽ ഹല്ലേലൂയ. തലമുടി ഹിമത്തെക്കാട്ടി വെണ്മ, മുഖം സൂര്യശോഭനേക്കാ വെണ്മ, കണ്ണ് അഗ്നിജാലയ്ക്കൊത്തത്, കാൽ ഉലയിൽ ഊതിപ്പഴിപ്പിച്ച വെള്ളോട് സദൃശ്യമായ കാല്, നിലയങ്കി ധരിച്ചവൻ, പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ ശബ്ദമുള്ളവൻ. ഈ രാത്രി ദൈവത്തിന്റെ പൈതലേ, നിന്റെ കഷ്ടത, നിന്റെ ശോധന, നിന്റെ ഒറ്റപ്പെടൽ, നിന്റെ രോഗം, നിന്റെ പ്രതിസന്ധി, നിന്നെ തകർക്കാനല്ല, നീ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ചില വെളിപ്പാടുകളുടെ ആഴങ്ങളിൽ ദൈവം നിന്നെ ഇന്ന് രാത്രി ഇറക്കാനാ. വിശ്വസിക്കുന്നവരെ ആരാധിക്കാവൂ. ഇതുവരെ കണ്ടിട്ടില്ലാത്ത ചില വെളിപ്പാടുകളുടെ തലങ്ങളിലേക്ക് ദൈവം നിന്റെ ജനത്തെ ഇറക്കുവാൻ. ഓ റബല ചന്ദര രഗമന വൈചേ സൈഡേ. Praise the Lord. Praise the Lord. നിങ്ങൾ ശ്രദ്ധിച്ചേ, 14 ദിവസമായി സൂര്യചന്ദ്രന്മാരെ കാണാൻ. രാത്രിയാണോ പകലാണോ എന്നറിയത്തില്ല. നേരം പുലരുന്നത് കാണാൻ കൊതിച്ചെന്ന് എഴുതിയേക്കുന്നത്. ഇന്ന് രാത്രി അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? നേരം ഒന്ന് വെളുത്തിരുന്നെങ്കിൽ. ഹലോ, പൗലോസ് നേരം പുലരാൻ കൊതിച്ചു. പ്രൈസ് ദി ലോർഡ്. സൂര്യൻ ഉദിച്ചില്ല എന്ന് പറഞ്ഞ് സാന്നിധ്യം വെളിപ്പെടാതിരുന്നില്ല. ചന്ദ്രൻ ഉദിച്ചില്ലെന്ന് പറഞ്ഞ് സാന്നിധ്യം വെളിപ്പെടാതിരുന്നില്ല. 276 പേരും ദൈവത്തെ അറിയാത്തവനാന്ന് പറഞ്ഞ് സാന്നിധ്യം വെളിപ്പെടാതിരുന്നില്ല. ആ ഭക്തൻ പറയാണ്, ഈ കഴിഞ്ഞ രാത്രിയിൽ എന്റെ അടുക്കൽ ഞാൻ സേവിച്ചു നിൽക്കുന്ന എന്റെ ദൈവത്തിന്റെ ദൂതൻ വെളിപ്പെട്ടെങ്കിൽ ഈ രാത്രി നിന്റെ കണക്ഷൻ പോകരുത്. കപ്പലിലായാലും കടലിലായാലും പത്മോസിലായാലും ഏറ്റെടുക്കുന്നവരെ ആരാധിക്കാവൂ. നീ എവിടെയായാലും ദൈവവുമായിട്ടുള്ള നിന്റെ ബന്ധം പോകരുത്. ദൈവത്തിൽ വസിക്കുവാൻ. ഓ റബ ശാന്തര റമനബസ്. ഓ, ഈ രാത്രി ചില പോരുകൾ അഴിയട്ടെ. സാന്നിധ്യത്തിൽ നിന്നെ അകറ്റുന്ന, ഓ
ഓ, നിന്നിൽ വസിക്കാൻ കഴിയാതെ അകന്നു മാറുന്ന ചില വ്യാപാരങ്ങളുടെ മേൽ ഈ രാത്രി ആത്മാവ് ജയം തരുന്ന രാത്രിയാ. രമണ രഗദ റൗഷ റിബാലബഷ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. Praise the Lord. നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞേ. ശ്രദ്ധിക്കണേ പ്രിയരെ, 14 ദിവസം സൂര്യൻ ഉദിച്ചിരുന്നു പറഞ്ഞ് കണക്ഷൻ പോയില്ല. പത്മോസിലാന്നും പറഞ്ഞ് കണക്ഷൻ പോയില്ല. 7 മടങ്ങ് ചൂടുള്ള അഗ്നികുണ്ഡത്തിൽ കണക്ഷൻ പോയില്ല. ഹലോ, പതിവിൽ കവിഞ്ഞ ചൂട്, 7 മടങ്ങ് ചൂട്. പക്ഷെ 4-ാമൻ ഇവർ ചെല്ലുന്നതിന് മുമ്പ് അവിടെ ഉണ്ട്. ഇന്ന് രാത്രി കൊമ്പിന് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ട്? ഞാൻ ഇന്ന് രാത്രി ആ മുന്തിരിവള്ളിയിൽ തന്നെ വസിക്കുകയാണ് എന്ന് ഉറപ്പുള്ളവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ. ഹല്ലേലൂയ. ഈ 3 ദിവസത്തെ ക്യാമ്പ് കഴിയുമ്പോൾ നിന്റെ അകത്തെ അന്തരാത്മാവ് പറയണം, ഞാൻ വസിക്കുന്നത് ഈ നല്ല മുന്തിരിവള്ളിയില്. ഓ, വിശ്വസിക്കുന്നവര് മാത്രം, വിശ്വസിക്കുന്നവര് മാത്രം ഈ രാത്രി ദൈവത്തെ ആരാധിക്കട്ടെ. നീ ദൈവത്തിൽ വസിക്കുക. പത്താം തലമുറക്കാര് വരെ ദൈവസന്നിധിയിൽ വരരുതെന്നാണ് മോവാബിനെ കുറിച്ചുള്ള ദൈവത്തിന്റെ അരുളപ്പാട്. ശാപം മോവാബിൽ വരെ കിടക്കുക. പക്ഷെ 8-ാം തലമുറക്കാരിയായ രൂത്ത് ശാപത്തിന്റെ കെട്ടഴിച്ചു. സഹോദരിമാരുടെ യോഗം കൂടെ ആണല്ലോ. പ്രൈസ് ദി ലോർഡ്. ഈ രൂത്ത് എന്ന ഒരു സ്ത്രീയെ ബോവസ് എന്ന മാന്യനായ യഹൂദന്റെ ഭാര്യയാക്കാൻ ദൈവം ചെയ്യുന്ന പരിപാടികൾ വളരെ ഭയങ്കരമാണ്. ബേത്ലഹേമിൽ ക്ഷാമമുണ്ടായി. എവിടാ? എന്തോ ബേത്ലഹേമിന്റെ അർത്ഥം? അപ്പത്തിന്റെ നഗരം. അപ്പത്തിന്റെ നഗരത്തിന് എന്തോ ഉണ്ടായി? ക്ഷാമമുണ്ടായി. ക്ഷാമം വന്നപ്പോൾ നവോമി ഭർത്താവിനെയും 2 ആൺപിള്ളാരെയും വിളിച്ചോണ്ട് വിദേശത്തേക്ക് പോയി. ഫാമിലി വിസ കിട്ടി. അവർ 4 പേരും കൂടെ ഒന്നിച്ച് പോയി. സ്തോത്രം. ക്ഷാമം ഒരു സന്ദർശനമായിരുന്നു. എന്തായിരുന്നു? എല്ലാവരും പറഞ്ഞേ. സന്ദർശനമായിരുന്നു. പക്ഷെ മനസ്സിലായത് ഭർത്താവും ചത്ത്, 2 ആൺപിള്ളാരും ചത്ത്, മൂത്ത മരുമോളെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്ത് പോന്ന്. അതിപ്പോൾ ഈ ഹക്ക് ചെയ്യുന്ന ദേശമാണ്. ആരെ കണ്ടാലും കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുന്ന ദേശങ്ങളുണ്ടല്ലോ. അപ്പോൾ ആ ദേശത്താണ് ഈ കൊച്ച്. അപ്പോൾ അവള് അമ്മായിമ്മയെ കെട്ടിപ്പിടിച്ച് എല്ലാവരും കൂടെ ഉമ്മ കൊടുത്തേച്ച് പോയി. അത് അവരുടെ ഒരു രാജ്യത്തിൻ്റെ ഒരു സംസ്കാരമാണ്. ആരെ കണ്ടാലും കെട്ടിപ്പിടിച്ച് എന്ത് ചെയ്യും? ഉമ്മ കൊടുക്കും. മറ്റർത്ഥത്തിനൊന്നുമല്ല, അവരുടെ സ്നേഹം പ്രകടമാക്കുന്ന. തെറ്റിദ്ധരിക്കണ്ട. ആ മരുമോളും പോയി, 2 ആൺപിള്ളാരും പോയി, കെട്ടിയോനും പോയി കഴിഞ്ഞപ്പോൾ അമ്മച്ചിക്ക് കാര്യം പിടികിട്ടി. ബേത്ലഹേമിനെ ദൈവം സന്ദർശിച്ചു എന്ന് അവൾ കേട്ടു. എപ്പോഴാ കേട്ടേ? പറഞ്ഞ എല്ലാവരും കൂടെ. എല്ലാം തീർന്നപ്പോൾ. എല്ലാം തീർന്നു കഴിഞ്ഞ് സന്ദർശനം അറിഞ്ഞിട്ട് തന്നെ സാധിക്കാനാ? ഹലോ,
അപ്പൊ ഇന്ന് രാത്രി എൻ്റെ വിലപ്പെട്ട സഹോദരിമാര്, നിങ്ങളുടെ ഒരു മൂത്ത ആങ്ങളയായിട്ട് എന്നെ കൂട്ടി ഞാൻ പറഞ്ഞിട്ടെ, എല്ലാം പോരാട്ടമല്ല. കാണുന്നതിനെല്ലാം നീ ആട്ടിത്തുപ്പി വിഷയം ഉണ്ടാക്കല്ല. എല്ലാം പോരാട്ടമല്ല. ചിലതൊക്കെ ദൈവത്തിൻ്റെ സന്ദർശന. ഹലോ, നമുക്ക് ഈ ബന്ധിക്കോസുകാർക്ക് അബദ്ധം പറ്റി പഠിച്ചേക്കുന്ന രണ്ട് ഭാഷ: പോരാട്ടം, ബന്ധനം. സ്തോത്രം. പിന്നെ കണ്ണടച്ചാൽ പിന്നെ നമ്മളങ്ങ് ആട്ടി തുപ്പി ബഹളമാക്കുക. നവോമിക്കുണ്ടായത് പോരാട്ടമല്ലായിരുന്നു, ബന്ധനമല്ലായിരുന്നു, സന്ദർശനമായിരുന്നു. പക്ഷെ അറിഞ്ഞപ്പെടുന്നതിന് പോകേണ്ടതെല്ലാം പോയി. ഇന്ന് രാത്രി ആരോടോ ദൈവം പറയുന്നു, എല്ലാം സന്ദർശനമല്ല, എല്ലാം പോരാട്ടമല്ല, ചിലതൊക്കെ ദൈവത്തിൻ്റെ സന്ദർശനമാണ്. അപ്പം നീ ഒരു 5 മിനിറ്റ് മുട്ടുമടക്കി പ്രാർത്ഥിക്കണം. മോവാബിലേക്ക് ഇറങ്ങി പോകണോ അതോ സന്ദർശനകാലം പ്രാർത്ഥിച്ചിരിക്കണോ എന്ന് തീരുമാനിക്കണം. കർത്താവ് എന്തിനെ കരഞ്ഞ്? ലൂക്കോസ് 19:41 ഒന്ന് വായിച്ചേ. മൈക്കുള്ളവരൊക്കെ വായിച്ചേ. ഒന്ന് വായിച്ചേ. അവൻ നഗരത്തിന് സമീപിച്ചപ്പോൾ അതിനെ കണ്ട് അതിനെക്കുറിച്ച് കരഞ്ഞു. ഈ നാളിൽ നിന്റെ സമാധാനത്തിനുള്ളത് നീയും അറിഞ്ഞുവെങ്കിൽ കൊള്ളായിരുന്നു. ഇപ്പോഴും അത് നിന്റെ കണ്ണിന് മറഞ്ഞിരിക്കുന്നു. നിന്റെ സന്ദർശനകാലം നീ അറിഞ്ഞതുകൊണ്ട് നിന്റെ ശത്രുക്കൾ നിനക്ക് ചുറ്റും വാടകോരി നിന്നെ വളഞ്ഞ് 4 പുറത്തും ഞെരുക്കി നിന്നെയും നിന്നിലുള്ള നിന്റെ മക്കളെയും നിലത്ത് തള്ളിയിട്ട് നിങ്ങൾ കല്ലിന്മേൽ കല്ല് ശേഷിപ്പിക്കാതിരിക്കുന്ന കാലം നിനക്ക് വരും. യേശു നഗരത്തോട് സമീപിച്ചു, അതിനെ കണ്ടു, അതിനെ കുറിച്ച് കരഞ്ഞു. എന്തോ വാക്യം? യേശു നഗരത്തോട് സമീപിച്ചു, അതിനെ കണ്ടു, അതിനെ കുറിച്ച് കരഞ്ഞു. കരഞ്ഞിട്ട് പദം പറയുക. പദം പറഞ്ഞ് കരയുന്ന അമ്മമാർക്ക് അറിയാമല്ലോ, പദം പറഞ്ഞ് കരയുന്നു. എന്താ പദം പറയുന്നത്? ഒരു കോഴി തൻ്റെ കുഞ്ഞിനെ ചിറകിൻ്റെ അടിയിൽ ചേർക്കുന്നത് പോലെ നിന്നെ ചേർക്കാൻ എനിക്ക് എത്ര വട്ടം മനസ്സായിരുന്നു. പക്ഷേ നിന്റെ സന്ദർശനകാലം നീ അറിഞ്ഞില്ല. ഈ മീറ്റിംഗ് ഏതാണെന്നറിയാമോ? യെരുശലേമിനെ ഇളക്കി മറിച്ച ഒരു ജാഥ. എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രിയങ്ക ഗാന്ധി വയനാട്ടിൽ വന്നപ്പോൾ വയനാട്ടുകാരിളകിയതുപോലെ യെരുശലേമിനെ ഇളകി മറിച്ച ഒരു ജാഥ. അവർ ഹെലികോപ്റ്ററിലെ വന്നേ. ഇതിന് നേതാവ് വന്നേ കഴുതക്കുട്ടിപ്പുറത്താ. ഹലോ, കഴുതക്കുട്ടിപ്പുറത്ത് നേതാവ് വരികയാണ്. വസ്ത്രമുള്ളവെല്ലാം ഊരി കഴുതക്കുട്ടിയുടെ മണ്ടക്കിട്ട് വാക്കി റോട്ടി വിരിച്ച് പരവതാനി. വസ്ത്രമില്ലാത്തവൻ ഒരു മലത്തേക്ക് കയറി ഒലിവിലയുടെ കമ്പൊടിച്ചു. അതേ കയറാൻ വയ്യാത്തവൻ കുരുത്തോല ഓടിച്ചു. ഇവരെല്ലാം കൂടെ പറഞ്ഞു, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഈ ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക്. നാട്ടുകാരും മഹാപുരോഹിതന്മാരും പരീശന്മാരും പറഞ്ഞു, ദൈവജനന്മാരും മിണ്ടാതിരിക്കാൻ പറ. എന്തൊരു ബഹളവാ! പ്രൈസ് ദി ലോർഡ്. ഈ ആർപ്പുവിളിയുടെ ഇടയിൽ നേതാവ് കരയവ. എൻ്റെ കൂടെ ആണോ എല്ലാവരും? ആർക്കു വേണ്ടി ഈ ആർപ്പ് വിളിക്കുന്നേ? ഈ ആർപ്പ് വിളിക്കുന്ന ആർക്കു വേണ്ടിയാ? യേശുവിന് വേണ്ടി അല്ലേ? നിങ്ങൾ മിണ്ടുന്നില്ല. ഈ ആർപ്പ് വിളി ആർക്കു വേണ്ടിയാ? യേശുവിന് വേണ്ടി. അപ്പോൾ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യേണ്ട ആരാ? യേശുവാ. പക്ഷെ യേശു ജാഥ കണ്ടെന്നല്ല, യേശു കരുതക്കുട്ടിയെ കണ്ടെന്നല്ല, യേശു ഉടുപ്പൂരിട്ടോമാരെ കണ്ടെന്നല്ല, യേശു കുരുത്തോല പിടിച്ചോമാരെ കണ്ടെന്നല്ല, യേശു ഈന്തപ്പനയുടെ ഓല പിടിച്ചോരെ കണ്ടെന്നല്ല. യേശു അത് കണ്ടു. യേശു ഏത് കണ്ടു? ഇപ്പൊ 33.5 വയസ്സ്. ഇനിയൊരു 33.5 വർഷം കഴിഞ്ഞ്, അടുത്തൊരു 3.5 പതിറ്റാണ്ട് കഴിഞ്ഞ്, തീത്തോസ് കൈസർ എന്ന മഹാരാജാവ് തന്റെ മഹാസൈന്യവുമായി ഈ യെരുശലേമിനെ വളയുന്നത് കണ്ടു. ഹലോ,
നിനക്ക് ഇന്നത്തെ കാര്യം അറിയാം, നിനക്ക് ഇന്നലത്തെ കാര്യം അറിയാം, അടുത്ത നിമിഷത്തെ കാര്യം നിനക്കറിയത്തില്ല. പക്ഷെ യേശു അത് കണ്ടു. ഏത് കണ്ടു? 33 വർഷം കൂടെ കഴിഞ്ഞിട്ട് തീത്തോസ് കൈസർ എന്ന മഹാരാജാവിന്റെ മഹാസൈന്യം ഈ ആർപ്പ് വിളിക്കുന്ന യെരൂശലേമിനെ വളയുന്നു. ഇതിനകത്ത് 10-60 ലക്ഷം എണ്ണത്തെ നിർദാക്ഷിണ്യം കശാപ്പ് ചെയ്യുന്നു. അവന്റെ രക്തം കുതിരയുടെ കടിവാളം വരെ ഉയരുന്നു. ഈ ആരാധനാലയ കല്ലിലുമേ കല്ല് ശേഷിക്കാതെ ഇടിയുന്നു. ഗർഭിണികളുടെ വയർ വാളുകൊണ്ട് കീറുന്നു. കുഞ്ഞുങ്ങളെ നിർദാക്ഷിണ്യം കൊല്ലുന്നു. യേശു അത് കണ്ടു. എല്ലാരും ഓശാന പാടിയപ്പോ കൂടെ തുള്ളി എന്നല്ല, അതിനെ കുറിച്ച് കരഞ്ഞു. എന്താ കരഞ്ഞത്? അയ്യോ, നിന്റെ സന്ദർശനകാലം നീ അറിയാതെ പോയല്ലോ. നിന്റെ വീട്ടിൽ ഇന്നലെ രാത്രി യേശു വന്നായിരുന്നു, നീ അറിഞ്ഞോ? ഇന്ന് രാവിലെ നിന്റെ വീട്ടിൽ വന്നു, നീ അറിഞ്ഞോ? നിന്റെ ഐസുവിനകത്ത് വന്നായിരുന്നു, നീ അറിഞ്ഞോ? നിങ്ങൾ സ്വത്രം പറയുന്നില്ല. നിങ്ങൾ പ്രസംഗകനെ കണ്ടു, പ്രസംഗം കേട്ടു, പാട്ടുകാരെ കണ്ടു, യേശു വന്നതറിഞ്ഞോ? ഞാൻ ദൈവം ഇന്ന് രാത്രി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. മുന്തിരിവള്ളിയിൽ വസിക്കുന്ന കൊമ്പിനെ സാന്നിധ്യം അറിയാനൊക്കത്തുള്ളൂ, അല്ലാത്തവന് സാന്നിധ്യം അറിയാനൊക്കത്തില്ല. ഇന്ന് രാത്രി എത്ര പേരാ സാന്നിധ്യം അറിയുന്നുണ്ട്? അവൻ ഈ 2 ദിവസമായിട്ട് ഈ ആലയത്തിൽ ചിലരൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാ. നിന്റെ ആരാധന അവ ശ്രദ്ധിക്കുന്നുണ്ട്, നിന്റെ പ്രാർത്ഥന ശ്രദ്ധിക്കുന്നുണ്ട്, നിന്റെ ഹൃദയത്തെ നിരൂപണം ശ്രദ്ധിക്കുന്നുണ്ട്. എന്തിനാ കരഞ്ഞെന്നറിയാമോ? എടാ, വിദ്യാഭ്യാസവും വിവരവും BTH AI ഇല്ലാത്ത AI ഇപ്പൊ അതാണല്ലോ ഏറ്റവും കൂടിയ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. ഹലോ, AI ഇല്ലാത്ത, പാൻറ്റും സൂട്ടും ചുടിദാറും വെള്ളയും ഒന്നും ഇല്ലാത്ത ആട്ടിടയന്മാര് കാട്ടിക്കിടക്കുക. ആടിനെ തീറ്റിക്കൊണ്ട് ഗോശാലയിലെ വെളിയിൽ കിടക്കുക. ഗോശാലയ്ക്കകത്ത് ആടാ, ഇവൻ വെളിയില. പക്ഷെ വെളിയിൽ കിടക്കുന്നവൻ സാന്നിധ്യം അറിഞ്ഞു, സന്ദർശനം അറിഞ്ഞു. വിദ്യാഭ്യാസവും പത്രാസും ഒന്നുമില്ല, കുടുംബ മഹിമയൊന്നുമില്ല, പക്ഷെ അവൻ സന്ദർശനം അറിഞ്ഞു. ആ രാത്രി തന്നെ ഗോശാല പൂട്ടി അവർ സന്ദർശനം കാണാൻ പോയി. ഹലോ, അങ്ങ് കിഴക്കെവിടെയോ വിദ്വാൻമാര് സന്ദർശനം അറിഞ്ഞു. ആലയത്തിൽ മൂലയ്ക്ക് പാത്തിരുന്ന ഒരു ശിമയോനപ്പച്ചൻ സന്ദർശനം അറിഞ്ഞു. അവൻ ആ കുഞ്ഞിനെ കയ്യിലെടുത്ത് വാഴ്ത്തി. കന്യാകാലം കഴിഞ്ഞ് വിവാഹം കഴിഞ്ഞ് 8 വർഷം ഭർത്താവിന്റെ കൂടെ ജീവിച്ച്, പിന്നെ ഭർത്താവ് മരിച്ച് 84 വർഷം വിധവയായി ജീവിച്ച് അമ്മച്ചി അന്ന സന്ദർശനം അറിഞ്ഞു. ഹലോ, നീ ഇന്ന് രാത്രി സന്ദർശനം അറിഞ്ഞായിരുന്നോ? യേശു കരയുകയാ, യേശു കരയുകയാ. അതിനെ കണ്ടു, അതിനെ കുറിച്ച് കരഞ്ഞു പറഞ്ഞു, അയ്യോ, നിന്റെ സന്ദർശനകാലം നീ അറിയാതെ പോയല്ലോ. ഇന്ന് രാത്രി എത്ര പേര് പ്രാർത്ഥിക്കുന്നു, കർത്താവേ, അത് ദൈവത്തിന്റെ ഒരു സന്ദർശനമായിരുന്നല്ലോ. മനസ്സിലായി ആരാധിക്കണം, മനസ്സിലായി ആരാധിക്കണം. ഇന്ന് രാത്രി എല്ലാം പോരാട്ടമല്ല, എല്ലാം ബന്ധനമല്ല, എല്ലാം പൈശാചിക പോരല്ല, എല്ലാം ആഭിചാരമല്ല, ചിലതെല്ലാം എന്റെ ദൈവത്തിന്റെ സന്ദർശനമോ. ഒരു മിനിറ്റ് പുറകോട്ട് ചിന്തിച്ചോ, ഇപ്പൊ നിനക്ക് മനസ്സിലാകും അത് ദൈവത്തിന്റെ സന്ദർശനമായിരുന്നല്ലോ. ഞാനത് മനസ്സിലാക്കാൻ വൈകിപ്പോയല്ലോ. ഓ ഹല്ലേലൂയ. ഇന്ന് രാത്രി ഈ പ്രാർത്ഥനാ കൂട്ടത്തിന്റെ 2ാമത്തെ രാത്രി നീ മറ്റൊന്നും അറിഞ്ഞില്ലേലും, പ്രസംഗത്തിന്റെ പൊരുളെല്ലാം ഗ്രഹിച്ചില്ലേലും, നീ രാത്രി സന്ദർശനം തിരിച്ചറിയണം. ഹല്ലേലൂയ. നിന്റെ കുടുംബത്തെ സന്ദർശിക്കുന്ന, നിന്റെ തലമുറയെ സന്ദർശിക്കുന്ന, നിന്റെ ബിസിനസിനെ സന്ദർശിക്കുന്ന, നിന്റെ ഔദ്യോഗിക മണ്ഡലങ്ങളെ സന്ദർശിക്കുന്ന ദൈവത്തിന്റെ സന്ദർശനകാലം നീ ഈ രാത്രി അറിയാതെ പോകരുത്. ത്യാഗം കിടക്കുമ്പോഴും സന്ദർശനം അറിയാവുന്നവന് വെളിപ്പാട് പോത്തില്ല. വയസ്സ് 110, 80 വർഷം അന്തസ്സായിട്ട് ഭരണം നടത്തി. ഒറ്റ കസാറ ഇരുന്നുകൊണ്ട് 80 വർഷം ഭരിച്ചു. ഒരു നേതാവേ ഉള്ളൂ, അത് യോസഫ.
മരിക്കാൻ തുടങ്ങുക. പിള്ളേരെല്ലാം കൂടെ കൂടി ജീരകവെള്ളം നാക്കി തൊട്ട് കൊടുത്തുകൊണ്ടിരിക്കുക. ഹലോ, തൊട്ട് കൊടുക്കുമ്പോൾ യോസഫ് പറഞ്ഞു, സഹോദരന്മാരെ അടുത്ത് നിന്നേ, ദൈവം നിങ്ങളെ സന്ദർശിക്കും. ഓ, എനിക്കതൊക്കെ വായിക്കുമ്പോൾ തുള്ളാനുള്ള മനസ്സാ. 110-ാമത്തെ വയസ്സിൽ വെളിവുകേട് പറഞ്ഞെന്നല്ല കേട്ടോ, വെളിപ്പാടുള്ളവൻ കിടന്ന് പറയാണ്, ദൈവം നിങ്ങളെ ഇന്ന് രാത്രി എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് ഈ ക്യാമ്പ് കഴിയുന്നതിന് മുമ്പേ ഒരു ദൈവിക സന്ദർശനം ഉണ്ടാകുമെന്ന്? വിശ്വസിക്കുന്നവര് മാത്രമേ ആരാധിക്കാവുള്ളൂ. ദൈവത്തിന്റെ സന്ദർശനമോ, ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് രാത്രി എത്ര പേര് ആഴമായി വിശ്വസിക്കും ദൈവത്തിന്റെ ഒരു സന്ദർശനം? ഓ റബ ശബ്ദര. Hallelujah. 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 110 വയസ്സുള്ള യോസഫ് അപ്പച്ചൻ്റെ അടുക്ക് വന്ന് പിള്ളേരെല്ലാം കൂടെ എബ്രിയും മനശയും മറ്റു ചേട്ടന്മാരും പിള്ളേരോട് വന്നിട്ട്, അപ്പച്ച എന്തോ ഒടുവിലത്തെ ആഗ്രഹം, അത് മോനെ ഒരു കഷ്ണം അലുവ വേണം. പിന്നെ ഞങ്ങളുടെ അപ്പച്ചൻ ചാകാൻ നേരത്ത് ആട്ടിറച്ചിക്ക് പകരം ആട്ടിറച്ചി എന്നാ തത്തത്. എനിക്ക് ഇച്ചിരി കഷ്ണം 2 കഷ്ണം ഇറച്ചി വേണം. ഇതൊന്നും അല്ല പറഞ്ഞ്. ചാകാൻ നേരത്ത് നിന്റെ തീറ്റിപ്രാന്ത് മാറത്തില്ലല്ലോ, ഉണ്ടെന്നില്ല. ചാകാൻ നേരത്തും അലുവ വേണം, ഇറച്ചി വേണം. ഇസഹാക്കിന്റെ ആത്മാവാ. ഹലോ, യോസഫ് ചാകാൻ നേരത്ത് അടുക്ക വിളിച്ച് പിള്ളേരെ, മക്കളെ എല്ലാം വന്നേ. എടാ, ഞാനിവിടെ 80 വർഷം ഭരിച്ചെങ്കിലും ഇത് നമ്മുടെ ദേശമല്ലടാ. എടാ, നമ്മളിവിടെ അന്യരാടാ. എടാ, നമ്മൾ പരദേശികളാടാ. ഇപ്പോഴത്തെ ഈ ഘോഷം ദേശം കണ്ടൊന്നും ഞെളിയരുത്. ഇവിടെ 10 റംബൂത്താനും 10 ഡ്രാഗൺ ഫ്രൂട്ടും 10 ആപ്പിളും കണ്ട് നീ ഇവിടെ താമസിക്കല്ലേ. ഇത് നമ്മുടെ ദേശമല്ല. ഞാൻ ഒരു വെളിപ്പാട് പറയാം, ദൈവം നിങ്ങളെ സന്ദർശിക്കും. അന്ന് നിങ്ങൾ എൻ്റെ അസ്ഥി കൂടെ കൊണ്ടുപോകണം. എൻ്റെ അസ്ഥി പോലും സ്വന്തമല്ലാത്ത ഇവിടെ കിടക്കരുത്. ഇന്ന് രാത്രി എത്ര പേർക്ക് ആഗ്രഹമുണ്ട് ഒരു ദൈവിക സന്ദർശനം കൊതിക്കുന്നവര്? ആത്മാവിലൊന്ന് പ്രതികരിച്ചേ. ഈ രാത്രി ദൈവത്തിന്റെ പൈതലെ ഒരാത്മീക ദർശനത്തിന്റെ ആഴമറിയാൻ. Hallelujah. Praise the Lord. Praise the Lord. യേശു അത് കണ്ടു. ഈ രാത്രി നിന്റെ വെളിപ്പാടുകളുടെ തലം മാറണം. നാളകളുടെ നീളകളിൽ നിന്നോടുള്ള ബന്ധത്തിൽ, നിന്റെ കുടുംബത്തോടുള്ള ബന്ധത്തിൽ, നിന്റെ തലമുറയോടുള്ള ബന്ധത്തിൽ, നിന്റെ സഭയോടുള്ള ബന്ധത്തിൽ, നിന്റെ ദേശത്തോടുള്ള ബന്ധത്തിൽ ദൈവത്തിന്റെ ചില ഇടപെടലുകളെ ദൈവാത്മാവിൽ കാണുവാൻ നിന്റെ വെളിപ്പാടുകളുടെ തലം ഈ രാത്രി മാറണം. മനസ്സിലാകുന്നവരെ ദൈവത്തെ ആരാധിക്കാവുള്ളൂ. ഹല്ലേലൂയ. വാലല്ല തലയാക്കുമെന്ന് പറയുന്ന ഇന്നത്തെ പൊട്ടപ്രവചനമൊന്നുമല്ല. നീ ചില വെളിപ്പാടുകളുടെ തലം മാറ്റി കണ്ടിട്ട് ദൈവിക സന്ദർശനം അറിയാൻ. കൊമ്പിന് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ ഫലം കായ്പാൻ എന്തോ ആ വസിക്കുന്ന ബന്ധം. വിളിക്കാതെ ബ്രേക്ക്ഫാസ്റ്റിന് വീട്ടിൽ വന്ന് മിറ്റത്തെ മരച്ചോട്ടിരുന്ന് ആഹാരം കഴിച്ചു വെച്ച് പോകുന്ന ബന്ധം. മനസ്സിലായില്ലെന്ന് എനിക്കറിയാം. ഒന്നുകൂടെ പറയുന്നു,
പാസ്റ്റങ്ങളെ നാളെ ഞങ്ങളുടെ വീട്ടിലാണ് ബ്രേക്ക്ഫാസ്റ്റ്, മറക്കാതെ വരണം എന്നെല്ലാം പറഞ്ഞ് വിളിച്ചിട്ട് പോയി കഴിക്കുന്ന കഴിപ്പല്ല. വിളിക്കാതെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് വീട്ടിൽ വന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത് വരെ മരച്ചോട്ടിയിരുന്നു. ഹലോ, ഒരു തിരക്കുമില്ല, ഒരു തിരക്കുമില്ല. ഹല്ലേലൂയ. ആ വസിക്കുന്ന ബന്ധം മനസ്സിലായോ? സ്വർഗ്ഗം ഇന്നലെ രാത്രി തീരുമാനിച്ചു, അവൻ ഈ കൊമ്പോട്, ഈ വള്ളിയോട് ഇങ്ങനെ പറ്റി നിൽക്കുന്ന കൊണ്ട്, ഈ കച്ച അരയോട് പറ്റിയിരിക്കുന്ന പോലെ അവൻ പറ്റിയിരിക്കുന്നതുകൊണ്ട് വിളിച്ചില്ലേലും കുഴപ്പമില്ല, നമ്മളിന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അവൻ്റെ വീട്ടിൽ. ഓ, ഒരു ഹല്ലേലൂയ പറയണം. ഇന്ന് രാത്രി എത്ര പേര് വസിക്കാൻ കൊതിക്കുന്നുണ്ട്? വിട്ടുമാറാത്ത സാന്നിധ്യത്തിന്റെ ഒരു വാസത്തിനായി കൊതിക്കുന്നവരെ ഓർത്ത്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. കൊമ്പിൽ വസിക്കുകയാണോ? ഫലം കായ്ക്കുന്നുണ്ടോ? നല്ല ഫലമാണോ കായ്ക്കുന്നേ? പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ലോകത്തിൽ ആരോടും പിണക്കില്ലാത്തവരും മാത്രം കൈ ഉയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞ്. ഒരാൾ കൈ പൊക്കിയായിരുന്നോ? പൊക്കിയെങ്കിലും ഒരു സംശയം കൊണ്ട് താത്തില്ലേ? മിടുക്കി. ഹലോ, ഒരസൂയയില്ലാത്ത സഹോദരിമാരും മാത്രം ഒന്ന് കൈ പൊക്കിക്ക്. കർത്താവ് വരുമ്പോ പോമോ? നീ ഇന്ന് രാത്രി അറ്റാക്ക് വന്ന് ചത്ത ആ ആളോട് ക്ഷമ ചോദിക്കാൻ ഒക്കും? നീ ആ പിണങ്ങിയിരിക്കുന്ന ആളോട് സ്വീകരിക്കാൻ അങ്ങനെ പറയാൻ ഒക്കും? ഇല്ല. ക്യാമ്പ് വിജയമാണോ തോൽവിയാണോ? എന്തേലും ഒന്ന് പറ. നീ ക്രമീകരിക്കപ്പെടാതെ വിജയമെന്ന് ചുമ്മാ കൈ പൊക്കിയിട്ട് കാര്യമില്ല. ഒരടി എക്സ്ട്രാ നീ കൊള്ളും ദൈവത്തിൽ നിന്ന്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഈ രാത്രി ഞാൻ ഓർപ്പിക്കട്ടെ, ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ നിന്ന് നിന്നെ അകറ്റുന്ന, വേണ്ട, സാക്ഷാൽ മുന്തിരിവള്ളിയിൽ നിന്ന് പറ്റിയിരിക്കാൻ കഴിയാതെ നിന്നെ അകറ്റുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ, പ്രൈസ് ദി ലോർഡ്, പറ്റിയിരിക്കുമ്പോൾ ഒഴുകുന്ന രക്തം എവിടുന്ന് വരുന്നതാ? മുന്തിരിവള്ളിയിൽ നിന്ന്. മുന്തിരിവള്ളിയിലെ രക്തത്തിന്റെ പ്രത്യേകത, പിതാവേ ഇവർ ചെയ്യുന്നത് ഇന്നതെന്നറിയായികയാൽ ആ രക്തം കൊമ്പുകളിൽ കയറിയിട്ട് നിനക്കത് ക്രമീകരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നീ ഏതു സ്വർഗത്തിൽ പാനാ തുള്ളുന്നേ? പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. എന്നോട് തുടക്കത്തിൽ ഉണ്ടായിരുന്ന സ്നേഹം പോയില്ലേ? ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ ആ യോഹന്നാൻ എന്ന സ്നേഹത്തിൻ്റെ അപ്പോസ്തലൻ എഴുതിയ ആ വാക്യം ഒന്നുകൂടെ ഒന്ന് വായിച്ചേ ലേഖനത്തിൽ നിന്ന്.
നമുക്ക് പിന്നെ സുവിശേഷത്തിൽ പറഞ്ഞ സമയം ഓടിപ്പോകുന്നുണ്ട് വേഗത്തിൽ. അവനിൽ പ്രാപിച്ച അഭിഷേകം നിങ്ങളിൽ വസിക്കുന്നു, ആരും നിങ്ങളെ ഉപദേശിപ്പാൻ ആവശ്യമില്ല. അവന്റെ അഭിഷേകം തന്നെ നിങ്ങൾക്ക് സകല ഉപദേശം തരികയാലും അത് ഭോഷ്കല്ല, സത്യം തന്നെ ആയിരിക്കാലും അത് നിങ്ങളെ ഉപദേശിച്ചതുപോലെ നിങ്ങൾ അവനിൽ വസിപ്പിൻ. അപ്പൊ ഈ അവനിൽ വസിക്കണമെങ്കിൽ ആരുടെയോ ഒരു സഹായം വേണം. അതാരാ? ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ അഭിഷേകം. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ അഭിഷേകം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അവനിൽ വസിക്കാൻ കഴിയത്തുള്ളൂ. അതിനാ അഭിഷേകം പ്രാപിക്കാൻ എല്ലാവരും പറയുന്നു. നമ്മുടെ മനസ്സിലിരിക്കുന്ന അഭിഷേകം എന്തുവാ? കൈയടിക്കുക, അന്യഭാഷ പറയുക. അതും നമുക്ക് എപ്പോഴേ അന്യഭാഷ വരത്തുള്ളൂ? പാട്ടതിൻ്റെ ക്ലൈമാക്സ് വരുമ്പോൾ. പ്രൈസ് ദി ലോർഡ്. അന്യഭാഷയിൽ വീട്ടിലിരുന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്ന എത്ര പേരുണ്ട്? പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഈ ലോകത്തിൻ്റെ മുഴുവൻ പണികൾ തകർത്തത് ഭാഷ കലക്കിയ. പ്രൈസ് ദി ലോർഡ്. രണ്ടാമത്തെ പണി ആരംഭിച്ചത് ഭാഷ കൊടുത്തോണ്ടാണ്. നിമ്രോദിന്റെ പണി പൊളിച്ചത് ഭാഷ കലക്കിയ. എന്നാൽ യേശു ഫിലിപ്പിന്റെ കൈസരിയെ പറഞ്ഞു, ഞാൻ പണി. നിമ്രോദ് പണിത പണിയല്ല, ഞാൻ എൻ്റെ സഭ പണി. പാതാള ഗോപുരം അതിനെ എന്ന് പറഞ്ഞ് പണി തുടങ്ങിയത് തിരിച്ച് ഭാഷ കൊടുത്തോണ്ടാ. ഭാഷ കലക്കി പിശാചിന്റെ പണി പൊളിച്ചെങ്കിൽ ഭാഷ തന്ന് സഭ പണിയുന്ന കർത്താവ് ഇന്ന് രാത്രിയിൽ നിന്റെ അകത്തെ അഭിഷേകത്തെ ഭാഷയാൽ നിറച്ചിട്ട് അല്പനിമിഷം അന്യഭാഷയിലൊന്ന് ആരാധിച്ചോ. ചില ഭൂതബന്ധനങ്ങളൊക്കെ ഇന്ന് രാത്രി അഴിയട്ടെ. നിന്റെ അകത്ത് പൈശാചിക ശക്തികൾ അല്ലെ ഇടിപ്പരമുണ്ടെങ്കിൽ അതെല്ലാം അഴിഞ്ഞു മാറുവാൻ Praise the Lord. Praise the Lord. അപ്പം നീ വീട്ടിലൊക്കെ ഇരിക്കുമ്പോൾ കുടുംബ പ്രാർത്ഥനയിൽ നല്ലപോലെ ഒരു പ്രാർത്ഥന കഴിഞ്ഞിട്ട് ഒറ്റയ്ക്കിരുന്ന് ആത്മാവിൽ ആരാധിക്കണം. പിശാചിൻ്റെ ആഴങ്ങളെ അടിത്തറ കൂട്ടി പറിക്കണം. അർത്തമീസിനെ മറിച്ചതുപോലെ നിന്റെ ദേശത്ത് ഉയർന്നു നിൽക്കുന്ന അന്ധകാര മണ്ഡലങ്ങളെ നിന്റെ അഭിഷേകത്താലുള്ള ആരാധനയെ വേരോടെ പറിക്കണം. ചില മന്ത്രവാദ പുസ്തകങ്ങൾ കത്തണം. ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ചില അന്യാരാധന മണ്ഡലങ്ങളുടെ മേൽ ഇന്ന് രാത്രി ആത്മാവിന്റെ കരുത്തിന് ജയമെടുക്കണം. ഹല്ലേലൂയ. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞേ. നിങ്ങൾ ഈ രോഗശാന്തിയിലും ഭൂതശാന്തിയിലും അതുപോലുള്ളതായ ഏതെങ്കിലും താൽക്കാലിക വിടുതലിനകത്ത് മാത്രം അഗസ്റ്റരായി പോകരുത്. അതെല്ലാം ഉണ്ട്. രോഗാത്മാവ് വിട്ടുപോകും, ഭൂതങ്ങൾ വിട്ടുപോകും. അതെല്ലാം ഞങ്ങളുടെ ശുശ്രൂഷ സംഭവിക്കുന്ന.
പക്ഷേ ഇതിനൊന്നും വലിയ പ്രാധാന്യം കൊടുക്കരുത്. തെറ്റിദ്ധരിക്കല്ല, ഞാനായിരുന്നു എതിരല്ല. പക്ഷേ ഒരു മർമ്മം ഞാൻ പറയാം. എല്ലാ സൗഖ്യത്തിനും എല്ലാ വിടുതലിനും ഒരു എക്സ്പയറി ഡേറ്റ് ഉണ്ട്. നിങ്ങളുടെ കയ്യിരിക്കുന്ന മരുന്ന് കുപ്പിയുടെ പുറത്തൊരു എക്സ്പയറി ഡേറ്റ് ഇല്ലേ? അതുപോലെ എല്ലാ സൗഖ്യത്തിനും ഒരു എക്സ്പയറി ഡേറ്റ് ഉണ്ട്. ഹലോ, നമ്മുടെ ആ 4 ദിവസം കഴിഞ്ഞ് കല്ലറയിൽ നിന്ന് എഴുന്നേറ്റ് വന്ന ലാസർ, യേശുവിൻ്റെ പന്തിരുന്ന് ആഹാരം കഴിച്ച ലാസർ, അറിയത്തില്ലേ? പുള്ളി മരിച്ചു പോയായിരുന്നു. നിങ്ങൾ അറിഞ്ഞു? അറിഞ്ഞായിരുന്നു? നമ്മുടെ ആ നയിലെ വെതബയുടെ കൊച്ചൻ എണ്ണീച്ച് ശവപ്പെട്ടിരുന്ന ആ കൊച്ചൻ പിന്നെ ചത്തുപോയി. അറിഞ്ഞോ? നിങ്ങൾ പോയി അനുശോചനം പറയാതിരിക്കാനെ നിങ്ങളെ അറിയിക്കാഞ്ഞ്. പ്രൈസ് ദി ലോർഡ്. അവന് പെട്ടിയിൽ നിന്ന് ഇറങ്ങാൻ ഭയങ്കര മടിയായിരുന്നു. എന്നെ കാര്യം അറിയാമോ? അവൻ പെട്ടിയിൽ എഴുന്നേറ്റിരുന്നപ്പോൾ നോക്കിയപ്പോൾ ചുറ്റും വെള്ളപ്പൂ, റോസപ്പൂ. അവൻ ആദ്യമായിട്ട് കാണുക. അടി വെള്ളവിരി, പുതപ്പിച്ചേക്കുന്ന വെള്ളവിരി. അവൻ 7 ആഴ്ചയായിട്ട് അലക്കാതെ പുതച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ താഴെ ഫ്രഷായിട്ടുള്ള വെള്ളത്തുണി, മേളിൽ ഫ്രഷായിട്ടുള്ള വെള്ളത്തുണി. പള്ളിയിൽ പോകുമ്പോൾ അമ്മ ആ സ്പ്രേ ഒന്നും അടിക്കാൻ കൊടുക്കത്തില്ല. കാരണം ആകെ ഒരു സ്പ്രേ ഉള്ളത് കല്യാണത്തിന് പോകുമ്പോൾ അടിക്കാൻ വെച്ചേക്കുക. ഇവൻ നോക്കിയപ്പോൾ തലയ്ക്കലും കാക്കലും ഓരോ കുപ്പി അടിച്ചതിൻ്റെ ബാക്കി സ്പ്രേ വെച്ചേക്കും. ഹലോ, ഇവൻ അസുഖം വന്നപ്പോൾ ഒരു ആരും എടുത്തിട്ടില്ല. ഇപ്പം 4 പേര് പൊക്കിക്കൊണ്ട് നിൽക്കുക അവൻ. പ്രൈസ് ദി ലോർഡ്. പുറകിൽ പാട്ട്, പിന്നെ പാട്ട്, ചൊലുത്ത്, കുന്തിരിക്കം, പുക, ഇതെല്ലാം കണ്ടപ്പോൾ ഇവൻ വിചാരിച്ചു ഇത് അസുഖം. അവൻ അവിടെ തന്നെ ഇരിക്കുക. ഹലോ, എൻ്റെ കൂടെ പറപ്പ ഇവിടുത്തെ വെള്ളത്തുണിയോ വെള്ളപ്പൂവോ ഒന്നും കണ്ട് നീ നിൽക്കരുത്. വിടുതൽ കുട്ടിയോൻ്റെ കൂടെ ചാടി ഇറങ്ങിക്കോണം. ഞാൻ അങ്ങോട്ട് പോകുന്നില്ല, തിരിച്ചു വരാം. അപ്പോൾ ആ ചെറുക്കൻ പിന്നെ ചത്തുപോയി. നമ്മുടെ ആ യായിറോസിൻ്റെ 12 വയസ്സുള്ള കൊച്ച്, ഒറ്റ പെണ്ണ്, ആ കൊച്ചു പിന്നെ ചത്തുപോയി. നമ്മുടെ ആ 38 വർഷത്തെ പക്ഷപാതക്കാരൻ നന്ദി പോലും, താങ്ക്സ് പോലും പറയാതെ കിടക്കാൻ കൊണ്ട് ഓടിയില്ലേ, അയാൾ പിന്നെ ചത്തുപോയി. അയാൾ മിണ്ടുന്നില്ല. നമ്മുടെ ആ റാന്നിക്കാരിയെ പോലെ വളഞ്ഞു നിന്ന അമ്മച്ചി, അമ്മച്ചി പിന്നെ ചത്തുപോയി. നേരെ കിടന്ന് സ്വോത്രാഴ്ച ഇടാത്ത കൈ വരണ്ട അച്ചായൻ, എല്ലാ ഞായറാഴ്ച ഇങ്ങനെ കാണിച്ചേച്ച് പോകുന്ന പുള്ളി, ആ പുള്ളി കൈ നൂർത്ത് വെച്ച് ചത്തുപോയി. നിങ്ങൾ മിണ്ടുന്നില്ല. ഹലോ, എല്ലാ സൗഖ്യത്തിനും ഒരു എക്സ്പയറി ഡേറ്റ് ഉണ്ട്. എക്സ്പയറി ഡേറ്റ് ഉള്ള സൗഖ്യമല്ല നിന്റെ വിടുതല്. നിന്റെ ലക്ഷ്യം നിത്യതയാ. സന്തോഷമുണ്ട്, സ്വോത്രം പറയണം. ഇന്ന് രാത്രി എക്സ്പയറി ഡേറ്റ് ഇല്ലാത്ത ഒന്നുണ്ടെങ്കിൽ അത് യേശു ഒരുക്കുന്ന നിത്യതയാ. ഈ രാത്രിത്തെ ആരാധന നിത്യതയെ കുറിച്ച്. യേശുവിന്റെ നാമത്തിൽ ജയം. ഏലിയാവിന്റെ ഇരട്ടി അത്ഭുതങ്ങൾ ചെയ്ത അത്ഭുത മനുഷ്യൻ. പിള്ളേരില്ലാത്ത അമ്മാമ്മയ്ക്ക് ഒരു കൊച്ചിനെ പ്രാർത്ഥിച്ചു കൊടുത്ത അപ്പച്ചൻ, ചത്ത കൊച്ചിനെ പ്രാർത്ഥിച്ച് ജീവിച്ച അപ്പച്ചൻ, യോർദാനെ ഒറ്റയടിക്ക് 2 ആക്കിയ അപ്പച്ചൻ. ഹലോ, ഗർഭനാശമുള്ള വെള്ളത്തിൽ ഉപ്പിട്ട് പഥ്യമാക്കിയ അപ്പച്ചൻ, താണുപോയ കോടാലി ഒറ്റവാക്കി പൊക്കിക്കൊടുത്ത അപ്പച്ചൻ. എല്ലാവരും ഇവിടെ ഉണ്ടോ? അങ്ങ് അരാമ്യ പാളയത്തിലെ രഹസ്യം പ്രാർത്ഥനാ മുറി പറയുന്ന അപ്പച്ചൻ. മരിച്ചത് എങ്ങനെയാണെന്നറിയാമോ? രോഗിയായിട്ടാ. പുതപ്പ് കയ്യിലില്ലായിരുന്നു ഏലിയാവിന്റെ. സോക്കേടിനൊരു അടി കൊടുത്താൽ പോരായിരുന്നു? ഹലോ, എടാ, സ്റ്റേജിൽ നിന്ന് തൂവാല വീശിനോട് ഞാൻ പറയാം, തൂവാല അല്ലായിരുന്നു ഏലിശയുടെ കയ്യിൽ. യോർദാനെ മുറിച്ച പുതപ്പ. എന്നിട്ടും സോക്കേട് വന്നാ മരിച്ചേ. ഹലോ, റൂമാലും ഉത്തിരിയവും ഇട്ട് സൗഖ്യമാക്കുന്ന പൗലോസിന് രോഗമായിരുന്നു. മിണ്ടുന്നില്ല.
പുള്ളി 3 വട്ടം പ്രാർത്ഥിച്ചു. അത് 21 ആയിരുന്നോ 7 ആണോ എനിക്കറിയത്തില്ല. 3 വട്ടം പ്രാർത്ഥിച്ചു. കർത്താവ് പറഞ്ഞു, സോക്കേട് അവിടെ ഇരുന്നോട്ട്, കൃപ മതി. പറയെല്ലാരും കൂടെ, സോക്കേട് അവിടെ ഇരുന്നോട്ടെന്ന് പറ. ഈ രാത്രി ആരും നിന്റെ കണ്ണ് കെട്ടിക്കളയല്ല. നീ ഇന്ന് രാത്രി ആ സന്ദർശനം അറിഞ്ഞു വേണം ദൈവത്തെ ആരാധിക്കുവാൻ. ഏതെങ്കിലും താൽക്കാലികമായ വിടുതലല്ല, നിന്നെ നിത്യത കൈമോശം വരാതെ നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങുവാൻ. സന്തോഷമുള്ള ഒരു കരം അടിച്ചു ദൈവത്തെ ഒന്ന് ആരാധിച്ചു. ഈ രാത്രി ചില പോരുകൾ അഴിഞ്ഞ് Hallelujah. Hallelujah. ഈ ലോകത്തിൽ ഒരാളെ മാത്രമേ ദൈവം ദൈവമാക്കിയിട്ടുള്ളൂ. അത് മോശയാ. പുറപ്പാട് 2 അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നു മോശയെ ദൈവമാക്കിയെന്ന്. തെറ്റിദ്ധരിക്കൽ. സ്തോത്രം. ദൈവമാക്കിയ മോശ ചാകുമ്പോഴും വിക്കനായിരുന്നു, പിടിച്ചപ്പോഴും വിക്കനായിരുന്നു. തമ്പുരാൻ തന്നെയാ ബോഡി സംസ്കരിച്ചൊക്കെ. പ്രസിഡന്റും സൂപ്രണ്ടും ഓഫീസറൊന്നും അല്ല. പക്ഷെ അന്നേരം എന്തോ മാറ്റിയില്ല. പറ, ഇച്ചിരൊക്കെ ഇരുന്നോട്ടെന്നേ. ചില ഷുഗറും ചില പ്രഷറും ചില കൊളസ്ട്രോളൊക്കെ ഇരുന്നോട്ട്. അതൊന്നും അല്ല വിഷയം. നീ ഒന്ന് പറ്റിയിരുന്നേ, നീ ഒന്ന് വസിച്ചേ. നീ ആ നല്ല മുന്തിരി വള്ളിയിൽ ചേർന്ന് വസിച്ചേ. ഓ, ഇന്ന് രാത്രി ആരോടൊക്കെ ശക്തമായി ഇടപെടുകയാ. ഹല്ലേലൂയ. നിന്റെ സാന്നിധ്യം ഈ രാത്രി അവൻ കൊതിക്കുന്നുണ്ട്. ഹല്ലേലൂയ. നീ ഒന്ന് ചേർന്ന് വസിക്കാൻ, ചേർന്ന് വസിക്കാൻ. ഹലോ, ഇന്ന് നിർത്തിക്കോണം. ആവശ്യമില്ലാത്ത ഒറ്റക്കാരത്തിൽ നീ സമരം ചെയ്തുകൊണ്ട് കാക്ക കിടക്കല്ല. കൃപ തരാനിരുന്നു, അഭിഷേകത്തിനായിട്ടിരുന്നു, ദൈവശക്തിക്കായിട്ടിരുന്നു. നീ അല്ലാതെ ആവശ്യമില്ലാത്തവരെ ചോദിച്ച് പിടിച്ച് മേടിക്കരുത്. സ്തോത്രം. സന്തോഷമാണോ? മാറ വരട്ടെന്നേ. മാറ വരാനൊരു ഹല്ലേലൂയ പറഞ്ഞേ. മാറ വരുന്നതിന് വർഷങ്ങൾക്ക് മുമ്പേ മരം അവിടെ നിർത്തിയിട്ടുണ്ട്. വെട്ടിയിടാനുള്ള മരം നിർത്തിയിട്ടാ കയ്പ് വരുത്തിയേ. നീ അത് കണ്ടില്ലെന്നേ ഉള്ളൂ. നിനക്ക് എവിടെ പ്രതിസന്ധി വന്നാലും അതിന്റെ മറുപടി അതിന്റെ കരയ്ക്ക് ഒരുക്കിയിട്ടുണ്ട്. നീ അതിനെക്കുറിച്ച് ഈ രാത്രി ടെൻഷൻ പിടിക്കണ്ട. നീ ഇന്ന് രാത്രി ഒന്ന് പറ്റിയിരുന്നേ. അവൻ എന്നോട് പറ്റിയിരിക്കുകയാൽ ഞാൻ അവനെ പിടിപ്പിക്കും. ഏറ്റെടുക്കുന്നവർ മാത്രമേ ആരാധിക്കാവുള്ളൂ. ഇന്ന് രാത്രി ആ നല്ല മുന്തിരി വള്ളിയോട് ഒന്ന് ചേർന്ന് വസിക്കാൻ. Praise the Lord. Praise the Lord. ഞാൻ എൻ്റെ ഒരു അനുഭവ സാക്ഷ്യം പറയാമേ. നിങ്ങൾ ഒത്തിരി എൻ്റെ സാക്ഷ്യങ്ങൾ യൂട്യൂബിലൊക്കെ എപ്പോഴും കൊണ്ട് കേട്ടിട്ടുണ്ടായിരിക്കും എൻ്റെ വിശ്വാസം. ഞാൻ ആർക്കും വേണ്ടാത്തൊരു മനുഷ്യനായിരുന്നു കേട്ടോ. ഉലകത്തിൽ ആർക്കും വേണ്ടായിരുന്നു. എങ്ങനെയും ഒന്ന് ചത്ത് കിട്ടിയാൽ കൊള്ളാമെന്ന് സ്വന്തങ്ങളും ബന്ധങ്ങളും എല്ലാം ആഗ്രഹിച്ച. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പക്ഷേ ദൈവത്തിന് എന്നെ വേണമായിരുന്നു. ഇന്ന് രാത്രി ആരോടോ ദൈവം സംസാരിക്കുക.
നിന്നെ ആർക്കും വേണ്ടെങ്കിലും ദൈവത്തിന് നിന്നെ വേണം. എത്ര പേര് വിശ്വസിക്കുന്നു? ദൈവത്തിന് നിന്നെ വേണം. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഞാൻ ഉപദേശിയുടെ മോനൊന്നും അല്ല കേട്ടോ. ഞങ്ങളുടെ കുടുംബത്തിലെ ഉപദേശിമാരില്ല. പക്ഷേ എൻ്റെ ശുശ്രൂഷയുടെ 42ാമത്തെ വർഷത്തിൽ കയറുക. കൈയടിച്ചൊന്ന് ആരാധിച്ചോ, കുഴപ്പമില്ല. പക്ഷെ എൻ്റെ അമ്മ ഒരു അസാധാരണ സഹോദരിയായിരുന്നു കേട്ടോ. ബന്ധുക്കോസുകാരി അല്ലായിരുന്നു. അതിനൊരു സ്വത്രം പറഞ്ഞേ. എൻ്റെ അമ്മ CSE-കാരിയാണ്. പക്ഷെ CSE-യിലായിരുന്നെങ്കിലും എൻ്റെ അമ്മ ബന്ധുക്കോസുകാരിയെ കാട്ടി പ്രാർത്ഥിക്കുമായിരുന്നു. തെറ്റിദ്ധരിക്കല്ലേ. നമ്മുടെ ഈ സഹോദരിമാരുടെ കുടുംബം പോലൊക്കെ അവർക്ക് സേവ്യാ സംഘവും ഒക്കെ ഉണ്ടായിരുന്നു, സ്ത്രീയന സഖ്യവും. അതിൽ കുറേ ഒരു പണിയില്ലാത്ത ഞങ്ങളുടെ അമ്മയെപ്പോലുള്ള കുറേ അമ്മമാർ അവരിങ്ങനെ കുത്തിയിരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. വഴിയെ പോകുന്ന പട്ടിയുടെ എല്ലാം ചെവിയെ പിടിച്ച് പ്രാർത്ഥിക്കും. അങ്ങനെ പിടിച്ച ഒരു പട്ടിയാണ് ഞാൻ. പ്രൈസ് ദി ലോർഡ്. മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരുടെ ഒരു ഗ്രൂപ്പ് വന്ന അമ്മയോട് പറഞ്ഞു, ഈ അകത്ത് കിടക്കുന്ന ആളിൻ്റെ ആരെങ്കിലും ഇവിടെ നിൽപ്പുണ്ടോന്ന് ചോദിച്ചു. പിന്നെ അമ്മ പറഞ്ഞു, ഞാൻ അവൻ്റെ അമ്മയാണ്, എൻ്റെ 7ാമത്തെ മോനാണ്, വലിയ പ്രാഗൽഭ്യത്തിലാണ് പറയാം. വേറെ ആണുങ്ങളായിട്ട് ആരുമില്ല. അവരൊക്കെ കുറേ ദിവസമായിട്ട് ഇവിടെ നിൽക്കുക സാറേ. എല്ലാവരും പോയി, വണ്ടിയും വെള്ളമൊന്നുമില്ല. ഇത് കോട്ടയമാ, മറ്റേ വെച്ചുച്ചറിയാ, പോയി വരികയൊക്കെ ചെയ്യണ്ടേ. അവരെല്ലാം പോയി, ഞാനേ ഉള്ളൂ. എനിക്ക് ഇട്ടിട്ട് പോകാനൊക്കത്തില്ല, കുത്തിക്കൊണ്ട് പറക്കാനും വയ്യ, ഇട്ടിട്ട് പോകാനും വയ്യെന്ന്. അമ്മച്ചി വിഷമിക്കാതിരിക്കാമേ ഒരു കാര്യം പറയാം, അറിയിക്കാനുള്ളവരെയൊക്കെ ഒന്ന് അറിയിച്ചോളാൻ പറഞ്ഞു. വളരെ കാര്യമായിട്ട് ഉടനെ എൻ്റെ അമ്മ ആ ഡോക്ടറുടെ മുഖത്ത് നോക്കി പറഞ്ഞു, അറിയിക്കാനുള്ളവനെ അറിയിച്ചാ ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഈ CSE-യിലൊന്നും വലിയ ബന്ധുക്കോസായിട്ട് പ്രാസമൊന്നുമില്ല. ഹലോ, നമ്മളറിഞ്ഞ് അറിയിക്കാനുള്ളവരെ അറിയിച്ചാന്ന് പറഞ്ഞ് വിറപ്പിച്ചൊക്കെ പറഞ്ഞേനെ. എൻ്റെ അമ്മയ്ക്ക് CSE-യിലാണ് വിറപ്പിക്കാൻ അറിയത്തില്ല. നിങ്ങൾ മിണ്ടുന്നേ. നാടൻ ശൈലി പറഞ്ഞ് അറിയിക്കാനുള്ളവരെ അറിയിച്ചാ. ഡോക്ടർ പറഞ്ഞ് എനിക്ക് മനസ്സിലായി, എൻ്റെ കൊച്ചിൻ്റെ കണ്ണ് ഞാൻ തിരുമ്മി അടയ്ക്കുമെന്നല്ലേ പറഞ്ഞേ. ഇല്ല ഡോക്ടർ, അവൻ എൻ്റെ കണ്ണ് തിരുമ്മി അടയ്ക്കുന്നു. എന്നോ തൻ്റെ ഇടമോ? നിനക്ക് ഈ രാത്രി തൻ്റെ ഇടമുണ്ടോ? ചില വിധികളെ തിരിച്ചെഴുതുന്ന, ചില മരണവിധികളെ തിരിച്ചെഴുതുന്ന, ഓ നിന്റെ തലമുറയ്ക്ക് നേരെ, കുടുംബത്തിന് നേരെ ദുഷ്ടൻ കുറിച്ച് ചില മരണവിധികളെ തിരിച്ചെഴുതാൻ ഹല്ലേലൂയ. 80-ല് എൻ്റെ അമ്മ ഇത് കോട്ടയത്ത് വെച്ച് പറഞ്ഞു. 16 വർഷം കഴിഞ്ഞ് 96-ൽ എൻ്റെ അമ്മ എൻ്റെ മടി കിടന്ന് മരിക്കുമ്പോൾ ഞാനാ കണ്ണു തിരുമ്മി അടച്ചു. MBBS-ഉം MD-യും കഴിഞ്ഞ് UK പോയി പഠിച്ചേച്ച് വന്ന ഡോക്ടർ പറഞ്ഞാണോ നടന്നേ? 8ാം ക്ലാസ് ഗുസ്തിയോളം എൻ്റെ അമ്മ പറഞ്ഞാണോ നടന്നേ? പറ. ആ ഡോക്ടറും മരിച്ചു. ഞാനിപ്പോഴും ലൈവല്ലേ. ഈ രാത്രി പറ്റി നിൽക്കണം, ചേർന്ന് വസിക്കണം. നിന്റെ ചരിത്രം അവൻ മാറ്റി എഴുതാൻ പോകുകയാ. നിന്റെ കുടുംബത്തിന്റെ ചരിത്രം മാറാൻ പോകുകയാ. നിന്റെ തലമുറയുടെ ചരിത്രം മാറാൻ പോകുകയാ. വിശ്വസിക്കുന്നവരെ ആരാധിക്കാവുള്ളൂ. ഹല്ലേലൂയ.
കരമുയർത്തിയവർ ഹല്ലേലൂയ പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ചിലതൊക്കെ നീ ഇന്ന് രാത്രി പറഞ്ഞു പ്രാപിച്ചോണം. നിനക്കും നിന്റെ കുടുംബത്തിനും തലമുറയ്ക്കുമെതിരെ കുറിച്ചു വച്ചേക്കുന്ന ചില മരണവിധികൾ ഈ രാത്രി കർത്താവ് കീറിക്കളഞ്ഞിട്ട് നിന്നെ ചരിത്രത്തിന്റെ ഭാഗമാക്കാൻ കഴിയുന്ന ദൈവകരം ഈ പ്രാർത്ഥന ഇറങ്ങി വെളിപ്പെടുകയോ. ഒരു അസാധാരണ ദൈവകൃപ വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ. ഞാൻ വേഗം നിർത്താം. സഹോദരിമാരോട് ഒരു കാര്യം ഓർപ്പിച്ച് അവസാനിപ്പിക്കുക. ഈ വേദപുസ്തകത്തിൽ ദൈവത്തിന് ഒത്തിരി പേരുണ്ട്. യഹോവ നിസി, യഹോവ റാഫ, യഹോവ ഇരേ, യഹോവ ഏലേലോഹി, ഒത്തിരി പേരുണ്ട്. അതെല്ലാം ആണുങ്ങളിട്ട പേരാ. ഒരു സഹോദരി മാത്രമേ ദൈവത്തിന് പുസ്തകത്തിൽ പേരിട്ടുള്ളൂ. അതാരാന്നറിയാമോ? കാഹാർ. എന്തുവാ പേര്? എൽ റോയ്. എൽ റോയ് എന്ന് പറഞ്ഞ എല്ലാവരും അർത്ഥം എന്തുവാ? എന്നെ കാണുന്നവൻ. വേദപുസ്തകത്തിൽ സ്ത്രീകൾക്ക് നേരിട്ട് വാക്തത്വം കിട്ടിയ ഒറ്റ സ്ത്രീയേ ഉള്ളൂ. അതാരാന്നറിയാമോ? കാഹാറ. സ്തോത്രം. ഇസഹാക്കിന്റെ മക്കൾ 12 ഗോത്രമായെങ്കിൽ ഇസ്മായിലിന്റെ മക്കൾ 12 പ്രഭുക്കന്മാരായി. ഇസ്രായേൽ ഒരു വലിയ ജാതിയായെങ്കിൽ ഇസ്മായേലും വലിയ ജാതിയായി. ആയോ? അതെല്ലാം ഒരമ്മാമ്മ പ്രാർത്ഥിച്ചു മേടിച്ച. ഇവിടെ ശ്രദ്ധിക്കണം, ഒരു കാര്യം പറയാനാ. അബ്രഹാം ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ധനാട്ടിനാ. വസ്തുവിൻ്റെ അതിര് പറയാൻ പോകുന്നു. മഹാനദി മുതൽ പ്രാഗ്നദി വരെ അളക്കാമേ വീട്ടിൽ പോയി അളന്നോണം. എത്ര ഏക്കറാണ്? ഒരതിർത്തി മഹാനദി, ഒരതിർത്തി പ്രാത്ത്. സ്തോത്രം. ഇലിക തീർത്ത് കൊടുത്തേക്കുക. ഡിജിറ്റൽ സർവേ ആദ്യം നടന്ന അന്ന് കണ്ണുകൊണ്ട് അടയാളം എടുത്ത് മിണ്ടുന്നില്ല. നമ്മുടെ കേരളത്തിൽ തുടങ്ങി വരുന്നേ ഉള്ളൂ. അബ്രഹാമിൻ്റെ ഡിജിറ്റൽ സർവേ ആയിരുന്നു. നീ തലയുയർത്തി വട്ടം കറക്കി നോക്കിക്കോളാൻ പറ. ഇത്രയും സ്ഥലമുള്ള ഈ മനുഷ്യൻ വഴിയെ പോകുന്നതിനെ വിളിച്ചു കയറ്റി ആഹാരം കൊടുക്കുന്നു. 312 അഭ്യാസം വീട്ടിൽ താമസിപ്പിച്ച് ചെലവിന് കൊടുക്കുന്നു. അവരെ ജനിപ്പിച്ച മാതാപിതാക്കളെ താമസിപ്പിച്ച് ആഹാരം കൊടുക്കുന്നു. പിന്നെ ഇവരുടെ ദാസിദാസന്മാരെ മൊത്തം താമസിപ്പിക്കുന്ന ഈ മനുഷ്യന്, ഈ പെങ്കൊച്ചിനെ എവിടെയെങ്കിലും ഒരു മൂലയ്ക്ക് ഒരു ഷെഡ് വെച്ച് താമസിപ്പിക്കത്തില്ലായിരുന്നു. ഹലോ, പുറമ്പോക്കി മതി. പുറമ്പോക്കിൽ നമ്മുടെ വസ്തുവിനൊക്കെ പുറമ്പോക്കില്ലേ? കൊടുക്കത്തില്ലായിരുന്നു? കൊടുത്തോ? പോയപ്പോൾ എന്നാൽ പിന്നെ എവിടെയും 10 സെന്റ് സ്ഥലവും ഒരു വീടും ഒക്കെ പൈസ കൊടുത്തു വിടണ്ടേ? കൊടുത്തോ? ഇല്ല. ഒരു തുരുത്തി വെള്ളവും ഏതാനും അടേ. അടുത്ത മരുഭൂമി ചെല്ലുന്ന അവസാനം തീർന്നു. ഈ കൊച്ചാരാ? വെല്ലോനെയും കൊച്ചിനെ യജമാനത്തി പറഞ്ഞെന്നും പറഞ്ഞ് സ്വന്തം ഗർഭപാത്രത്തിൽ വളർത്തിയ സ്ത്രീ. യജമാനത്തെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഗർഭപാത്രം വാടകയ്ക്ക് കൊടുത്തൊരു സഹോദരി. എല്ലാവരും എൻ്റെ കൂടെ ആണോ? പോയിന്റാ, കുറിച്ചോണം. ഹലോ, അമ്മാമ്മയുടെ ആഗ്രഹം സാധിക്കാൻ സ്വന്തം ഗർഭപാത്രം വാടകയ്ക്ക് കൊടുത്ത സ്ത്രീ. വെല്ലോന്റെ കൊച്ചിനെ ഉദരത്തിൽ പേറിയ സ്ത്രീ. പോകാൻ നേരത്ത് ഈ വെള്ളം എടുത്തവിടെ മോന്തയ്ക്ക് ഒഴിച്ച് ഈ കൊച്ചിനെ എടുത്ത് എല്ലോട് കൊടുത്തിട്ട് താൻ വളർത്തുവോ, താൻ കൊല്ലുവോ എന്ന് പറഞ്ഞ് പോകേണ്ട സ്ത്രീയല്ലേ? പറ, നമ്മളായിരുന്ന ചെയ്യത്തില്ലേ? പിന്നെ എപ്പോൾ ചെയ്തെന്ന് ചോദിച്ചാൽ മതി. പക്ഷേ തൻ്റെ സന്തതി എല്ലോട് വേണേ വളർത്തടോ എന്നൊന്നും പറഞ്ഞില്ല കേട്ടോ. നമ്മൾ ദേഷ്യം വരെ പറഞ്ഞില്ലേ നിങ്ങളുടെ തനി സ്വഭാവം കാണിക്കുന്നതെന്ന്. ആഹാർ പറഞ്ഞില്ല.
അവൾ ആ കൊച്ചിനെ കൊണ്ട് പോയി. അവളെപ്പോൾ ഈ സാറ ഒരിടത്തും അവളെ കയറി ഖാഖാറേ എന്ന് വിളിച്ചില്ല കേട്ടോ. എല്ലായിടത്തും ദാസി ദാസി എന്നാണ് പറഞ്ഞത്. അന്ന് ദാസിയുടെ വില കാളയ്ക്കും കഴുതയ്ക്കുമുള്ള വിലയില്ലാത്ത കാലമാണ്. അതുകൊണ്ട് ദാസി ദാസി എന്നാണ് പറഞ്ഞത്. പക്ഷെ ഇവിടെ യജമാനത്തി ദാസി എന്ന് വിളിച്ചാലും തമ്പുരാൻ പേര് വിളിച്ചു. അബ്രഹാമിന്റെ വീട്ടിലെ റേഷൻ കാർഡിൽ പേരില്ലെങ്കിലും സ്വർഗത്തിൽ ഹാഗാറിന്റെ പേരുണ്ടായിരുന്നു. നല്ല ഹല്ലേലൂയ പറയണം ഇന്ന് മകൻ. ഇവിടെങ്കിലും നിന്റെ പേരില്ലെങ്കിൽ സ്വർഗത്തിൽ പേരുണ്ടായിരുന്നു. ദൈവം വിളിച്ചത് ഹാഗാറേ. എടാ ഇവിടെ സാറ വിളിച്ചില്ലേ എന്നോ ചുക്ക? സ്വോത്രം പറ. അബ്രഹാം ഇറക്കി വിട്ടാൽ എന്താ? സ്വർഗം ഇടപെട്ടില്ലേ? ദൈവം വിളിച്ചില്ലേ? അവള് പറഞ്ഞു എന്നെ കാണുന്നവൻ. ഓ, ഇന്ന് രാത്രി നിന്നെ കാണുന്നൊരു ദൈവമുണ്ട്. നിന്നെ കാണുന്നൊരു ദൈവമുണ്ട്. അവൻ തുറന്നാൽ അതാർക്കും അടയ്ക്കാൻ കഴിയത്തില്ല. ഈ രാത്രി ഒന്ന് ചേർന്ന് വസിക്കാൻ തയ്യാറായാൽ ഞാനേ വിവരിക്കുന്നില്ല. ആ കൊച്ചി വളർന്നപ്പോളേ, മോനെ നീ എവിടെങ്കിലും പോയി BSc നേഴ്സിംഗ് പഠിക്കുന്നിടത്തുനിന്നോ BTech പഠിക്കുന്നിടത്തുനിന്നോ ഇനി ഇന്റർനെറ്റ് പഠിക്കുന്നിടത്തുനിന്നോ എവിടുന്നെങ്കിലും ഒരാളെ നോക്കിക്കൊണ്ട് വന്നോ? അമ്മ കെട്ടിച്ചു തരാമെന്ന് പറയുന്ന ഇന്നത്തെ അമ്മയല്ലായിരുന്നു ഹാഗാർ. നമ്മൾ മിണ്ടുന്നില്ല. ഹലോ, ബോംബെയിലോ പൂനെയിലോ ബാംഗ്ലൂരിലോ ചെന്ന് കണ്ടുപിടിച്ചോളാൻ പറയുന്ന അമ്മയല്ലായിരുന്നു. ഹാഗാർ തൻ്റെ മകന് വേണ്ടി ഒരു ഭാര്യയെ, ബാക്കി നിങ്ങൾ പറ, കണ്ടെത്തി കൊണ്ട കൊടുത്തു. അത് അമ്മയുടെ ജോലിയാ. ചുമ്മാ തുള്ളിച്ചാടിക്കൊണ്ട് പോകല്ലേ. മുഖം എന്നെ വാടിയേ, എന്നോടെന്നെ ഒരു ദേഷ്യം പോലെ. നിന്റെ കൊച്ചിന് 28 വയസ്സും 30, 33 നീ അന്വേഷിക്കുന്നുണ്ടോ എവിടെങ്കിലും? നീ അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടോ? ആ പാസ്റ്റർക്ക് ലോകം മുഴുവൻ പരിചയമാണല്ലോ പാസ്റ്റർ കണ്ടുപിടിച്ചോളാൻ. ആ ഇരിപ്പ് കാണുമ്പോൾ എനിക്കറിയാമല്ലോ. ഹാഗാർ പാസ്റ്ററെ ഏൽപ്പിച്ചെന്നല്ല. എടോ അബ്രഹാമേ, തൻ്റെ കൊച്ചല്ലേ, താൻ വേണേ കൊണ്ട് കെട്ടിടിക്കണോ എന്ന് പറഞ്ഞ കൊച്ചല്ല. അവളൊരു ഭാര്യയെ കണ്ടെത്തി. നിന്റെ മക്കൾക്ക് നീ ഒരു ഭർത്താവിനെ കണ്ടെത്തണം, നീ ഒരു ഭാര്യയെ കണ്ടെത്തണം. അന്തരീക്ഷം വരത്തില്ലെന്ന് എനിക്കറിയാം. അന്തരീക്ഷം വന്നില്ലെങ്കിലും കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുക. നീ മുന്തിരിവള്ളിയോട് ചേർന്ന് വസിക്ക്, നല്ല ഫലമെല്ലാം ഉണ്ടായിക്കോളും. പിന്നെ ചേർന്ന് വസിച്ചാൽ കായ്ക്കും. കായ്ക്കുന്നത് കാട്ടുമുന്തിരിയാകത്തില്ല, നല്ല മുന്തിരി ആയിരിക്കും. നിന്റെ കൂടാരത്തിൽ നല്ല ഫലം കാഴ്ചാൻ കൊതിച്ചാൽ ഇന്ന് രാത്രി നല്ലത് മാത്രം തരുന്ന ഒരു ദൈവമാണ് നിന്നെ വിളിച്ചിറക്കിയേക്കുന്നേ. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഈ രാത്രി ദൈവാത്മാവ് ആവർത്തിച്ചു പറയുന്നു, ചില സ്വർഗീയ വിടുതലുകൾ ഈ യോഗത്തിന് ആശീർവാദം പറയും മുമ്പേ നിന്റെ കൂടാരത്തിൽ പകരാൻ എൻ്റെ ദൈവത്തിന് പദ്ധതിയുണ്ട്. നീ ഭാരപ്പെട്ട് കരയുന്ന ചില തലമുറയുടെ വിഷയത്തിൻ്റെ മേൽ വിശ്വസിക്കുന്നവര് മാത്രം ആ കരമൊന്ന് ചേർത്തടിച്ച് ആത്മാവിൽ ഒന്ന് ആരാധിച്ച് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കട്ടെ. യോഹന്നാൻ 15:1 മുതൽ വായിക്കുമ്പോൾ യേശു പറഞ്ഞ പ്രസിദ്ധമായ കാര്യം എന്താ എഴുതിയേക്കുന്നേ? ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും എന്റെ പിതാവ് തോട്ടക്കാരനുമാകുന്നു. എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെ അവൻ നീക്കിക്കളയുന്നു, കായ്ക്കുന്നൊക്കെ അധികം ഫലം കായ്ക്കേണ്ടതിനെ ചെത്തി വെടിപ്പാക്കുന്നു.
ഞാൻ നിങ്ങളോട് സംസാരിച്ച വചന നിമിത്തം നിങ്ങളിപ്പോൾ ശുദ്ധിയുള്ളവരാകുന്നു. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചന നിമിത്തം നിങ്ങളിപ്പോൾ. എനിക്ക് മനസ്സിലാകാത്ത ഒരു കാര്യം, ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും എൻ്റെ പിതാവ് തോട്ടക്കാരനുമാകുന്നു. എന്നിൽ കായ്ക്കാത്ത കൊമ്പുകൾ. ഇപ്പം യേശുക്രിസ്തുവിലായിട്ടും അങ്ങനത്തെ കൊമ്പുണ്ടോ? പറ എന്നല്ലേ യേശു പറഞ്ഞേക്കുന്നത്. ഈ നല്ല മുന്തിരിവള്ളിയിലായിട്ടും എന്തോ കായ്ക്കുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി പ്രാർത്ഥിച്ചേ, ഒരു ദിവസം കൂടെ ജീവിച്ചുള്ളെങ്കിലും ഒരു ഫലമുളവാക്കുന്ന, ദൈവത്തിന് ഹിതമുള്ളൊരു ഫലമുളവാക്കുന്ന, ഇനി ഫലം കായ്ച്ചോണ്ടിരിക്കുകയാണെങ്കിൽ നല്ലതുപോലെ കായ്ക്കാൻ, ഒന്നുകൂടെ ഒന്ന് ചെത്തി വെടിപ്പാക്കാൻ. ഹല്ലേലൂയ. ഈ രാത്രി പ്രാർത്ഥിക്കുന്നു, വെടിപ്പാക്കാൻ. ആ വചനത്തിന്റെ കത്തി ഇവിടെ ഉണ്ടെന്ന്. ഈ 3 ദിവസം ക്യാമ്പ് കഴിയുമ്പോൾ നമ്മിൽ നിന്ന് കുറെ നല്ല ഫലങ്ങൾ. ഓ ഹല്ലേലൂയ. നിന്റെ ഭവനത്തിന്, നിന്റെ സഭയ്ക്ക്, നിന്റെ ദേശത്തിന് കുറെ നല്ല ഫലങ്ങൾ ഉളവാക്കാൻ കഴിയുന്ന. ഹല്ലേലൂയ. നീ ഒന്ന് പറഞ്ഞേ, എന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതികൾ അത് വ്യത്യസ്തമാണ്. തികച്ചും വ്യത്യസ്തമായൊരു പദ്ധതിയിലൂടെ ദൈവം എന്നെ നടത്താൻ പോകുകയാണ്. എത്ര പേര് അത് വിശ്വസിക്കുന്നുണ്ട്? നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞു. നമുക്കൊരു നിമിഷം ഒന്ന് പ്രാർത്ഥനയ്ക്കായി ദൈവസന്നിധിയിൽ എഴുന്നേൽക്കാം. എൻ്റെ കഷ്ടങ്ങൾ ദൈവം തരുന്നതാൽ എൻ്റെ പ്രാണനെ ഞാൻ യാഗമാക്കുന്നു. ഓ എൻ്റെ കഷ്ടങ്ങൾ എന്നെ തകർത്തിടാൻ ഓ നമാക്കണേ തന്നി എന്റെ ഹല്ലേലൂയ വന്നിടുന്നേ. ഓ എൻ്റെ